പത്മനാഭസ്വാമി ക്ഷേത്രത്തില് കുടുംബത്തിലെ ഒരാൾ ദിവസം പോയില്ലെങ്കിൽ പിഴ കൊടുക്കണമെന്നല്ല. ഇതൊക്കെ തമ്പുരാട്ടിക്ക് കിട്ടിയ അവാർഡുകളാണ്. 61 അവാർഡിന്റെ മുകളിലുണ്ട്. ഏനലവറയുടെ ഭിത്തിയിലാണ് ഒരു വലിയ ഇത്ര പൊക്കത്തിലുള്ളൊരു പാമ്പ്. എന്തെല്ലാം അസത്യങ്ങളും അധർമ്മങ്ങളും അന്യായങ്ങളും ഓർത്ത് വെച്ച റിപ്പോർട്ട്. ഇതാണ് എൻ്റെ താക്കോല്. ഞാനാ വൈൻഡ് ഇതൊക്കെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഒക്കെ റിയൽ ചിത്രങ്ങൾ തന്നെയല്ലേ? അതെ, ചിത്രങ്ങളൊക്കെ റിയലാണ്. എങ്ങനെയാണ് പിന്നെ ഒരു ദിവസത്തെ വാട്ട് കീപ്സ് ദ പ്രിൻസ് എൻഗേജ്ഡ്? ഇത് പുതിയതാണ്, അമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓ, നല്ല കനുണ്ട്. എടുക്കാം, പക്ഷെ എടുത്തോണ്ട് പോരാ, ഓഫാവില്ല. ഇതും കീലെസ് കാറാണ്, കീ വേണ്ട. ഹലോ, മൂവി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ ഗായത്രി. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? തിരുവനന്തപുരത്തുകാരുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവും ഒക്കെയായ കവടിയാർ പാലസിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലാണ്. നല്ല മഴയാട്ടോ ഇന്നിവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു കവടിയാർ പാലസിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ നിങ്ങളെ കൊണ്ടുപോകണമെന്നുണ്ട്. ആ ഒരു യാത്ര നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. രാജവാഴ്ചയുടെ എല്ലാ അവകാശങ്ങളോടെയും അവസാനമായി രാജ്യം ഭരിച്ച മഹാരാജാവാണ് ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ. അദ്ദേഹം 1934 പണി കഴിപ്പിച്ച കൊട്ടാരമാണ് കവടിയാർ പാലസ്. തിരുമനസിൻ്റെ പ്രിയ സഹോദരിയായ കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിക്കും ഗോദവർമ്മ രാജാവിനും വേണ്ടി പണി കഴിപ്പിച്ച കൊട്ടാരമാണിത്. അവരുടെ കല്യാണ ദിവസം അന്ന് വൈകുന്നേരം ഇവിടെ ഗാർഡൻ പാർട്ടിയൊക്കെ നടന്നു എന്നാണ് പറയുന്നത്. എന്ത് രസമായിരിക്കും അല്ലേ? ആ ഒരു സമയത്ത് പുതിയൊരു കൊട്ടാരം, അവിടെ ഒരു ഒരു വിവാഹ സൽക്കാരം, നിറയെ പൂക്കൾ, കുറേ ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് പഞ്ചവടി. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. നമുക്കൊരു നിമിഷം ഇവിടെ പ്രാർത്ഥിക്കാം. ചില സമയങ്ങളിൽ നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളുണ്ടാവും അല്ലേ? എത്ര മഹാന്മാർ നടന്ന സ്ഥലമാണിത്. അങ്ങനെ എത്ര തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുത്ത ഇടമാണിത്. അവിടെയൊക്കെ നിൽക്കാൻ കഴിയുക, ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ കവടിയാർ കൊട്ടാരത്തിലെത്തി. ഒരു കൊളോണിയൽ മാതൃകയിലുള്ള രൂപകൽപ്പന ചെയ്ത കൊട്ടാരമാണിത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചെരിഞ്ഞ മേൽക്കൂര. പിന്നെ വലിയൊരു അത്ഭുതമായിട്ടുള്ളത് 1934 ഓർക്കണം. ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് ഒക്കെ അന്ന് തന്നെ ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിലും കൂടുതലായിട്ടുള്ളത് ഇതിന് 3 ബ്ലോക്കുകളാണുള്ളത്. അതായത് തെക്ക് ബ്ലോക്ക്, വടക്ക്, പടിഞ്ഞാറ്. ഈ ബ്ലോക്കുകളിൽ തെക്ക് ബ്ലോക്കാണ് ഏറ്റവും പഴയ ബ്ലോക്ക്. പിന്നെ വടക്കും പടിഞ്ഞാറും ബ്ലോക്കുകൾ വന്നു. കിഴക്ക് ഭാഗത്ത് ബ്ലോക്കുകളില്ല. അവിടെ ഭൂഗർഭ അടുക്കളയാണ് ഉള്ളതെന്നാണ് പറയുന്നത്. നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം. നമുക്ക് ഈ ഒരു കൊട്ടാരമായിട്ടൊരു ചെറിയൊരു ആത്മബന്ധം ഉണ്ട് കേട്ടോ എനിക്ക്. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ പ്രിൻസ് ആദിത്യവർമ്മയോട് കൂടിയിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ആദി കൈലാസത്തിലെ മനോരമ ചീഫ് ഫോട്ടോഗ്രാഫർ ജയചന്ദ്രൻ സാറും ഒക്കെ ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ. ഇതിലെല്ലാം ഉപരി ഞാൻ എഴുതിയൊരു പുസ്തകം പ്രകാശനം ചെയ്തത് അശ്വതി എന്നാൽ ഗൗരിലക്ഷ്മിബായി തമ്പുരാട്ടിയായിരുന്നു, പത്മശ്രീ. അപ്പോൾ വലിയ സന്തോഷം. ഒരുപാട് പേര് ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒന്നും കൂടി മൂവി വേൾഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യാൻ പോവാണ്. പ്രേക്ഷകർക്ക് ഒരുപാട് പേര്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഈ പ്രശ്നം ഞാനൊന്നും പറഞ്ഞു നോക്കാം കുറച്ച്. തെറ്റുണ്ടെങ്കിൽ തിരുത്തി തന്നാൽ മതി. ഇത് മഹാപ്രഭു തമ്പുരാട്ടിയും രവിവർമ്മ തമ്പുരാൻ രാജരവിവർമ്മയുടെ പേരക്കുട്ടി. പക്ഷെ മകളുടെ മകൻ അല്ലെന്നും പറയുന്നു. ഇപ്പോൾ ആ കുട്ടി അവരുടെ മകൻ അല്ലെന്ന് ഇപ്പോൾ ഒരു വാദം വരുന്നുണ്ട്. പിന്നിപ്പോൾ
കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ശരി. മകളാണ് പക്ഷെ. അപ്പം ഒരു എല്ലാവരും കണ്ടതായിരിക്കും നമ്മുടെ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങൾ. പക്ഷേ ഒന്ന് കാര്യമായിട്ടൊന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം. കയറി വരുമ്പോൾ തന്നെ പഴമയിലും പ്രൗഢിയോട് കൂടി നിൽക്കുന്ന ഒരു കൊട്ടാരമാണ് കവടിയാർ പാലസ് ഇന്നും. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉള്ളത് ഞാൻ പറഞ്ഞോട്ടെ. ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് എടുക്കാൻ പറ്റില്ല തോന്നുന്നു, അത്രയും കനമുണ്ട് കേട്ടോ. ഇത് നല്ല കനമുണ്ട്. ശബരിമലയുടെ കൊടിമരത്തിന്റെ ആകൃതിയിലുള്ള ഒരു മാതൃകയാണിത്. ഇതിന്റെ ബേസ് കരിങ്കല്ലാണ് വരുന്നത്, മുകളിലോട്ട് മെറ്റലാണ് ആയിരിക്കണം. താഴെ കരിങ്കല്ലാന്നറിയാം, മുകളിലോട്ട് മെറ്റലാണെന്ന് തോന്നുന്നു. നല്ല വെയിറ്റ് ആണ് കേട്ടോ, എടുത്താൽ പൊങ്ങില്ല. എടുത്ത് നോക്കാമെന്ന് അല്ലേ, എടുത്ത് നോക്കിയാലും പൊങ്ങും, പക്ഷേ ഗ്ലാസ് പരീക്ഷണം വേണ്ട അല്ലേ. പിന്നെ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിൻസ് പറയണേ. ക്ലോക്ക്, നമ്മുടെ പഴയ ക്ലോക്ക് കണ്ടിട്ടില്ലേ, ഇതാണ് എൻ്റെ താക്കോല്. ഞാനാ മൈൻഡ് പ്രിൻസാണ് ഇതൊക്കെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ജനിച്ചിട്ടില്ല. അല്ല, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്? അതോ അല്ല, ഇത് ഇവിടെ ഒരു നോബ് ഉണ്ടായിരുന്നു, കാലത്തിന്റെ പഴക്കത്തിൽ അത് പോയി. ഞാൻ കണ്ടുപിടിച്ചിട്ട് ടെക്നോളജി. ഞങ്ങൾ വന്ന സമയത്ത് 12 മണി കേട്ടോ. ആ സമയത്ത് ഇത് അതിന്റെ ആ സൗണ്ട് കേട്ടു, ഭയങ്കര ഗ്രീക്കോ റോമനും മറ്റോ തോന്നുന്നു. ഈ ശില്പങ്ങൾ കണ്ടിട്ട് ഗ്രീക്കോ റോമനും ആയിരിക്കണം. ഏകദേശം ഒരു 75-80 വർഷം വരും. എന്തെങ്കിലും ടച്ച് ചെയ്തിട്ട് കുറച്ച് പോളിഷ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചും ചെയ്തിട്ടില്ല. ഇല്ല അല്ലേ. മെഷീൻ മാത്രം ഓവറോൾ ചെയ്തു, റിപ്പയർ ചെയ്തു. പക്ഷെ ഇതൊക്കെ റിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാം ഇലക്ട്രോണിക് ആയതുകൊണ്ട് മെക്കാനിക്കലുള്ള സാധനങ്ങളുള്ള ആൾക്കാരെ കഷ്ടപ്പെടും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പഠിക്കണം. ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഡെയിലി നമ്മളിത് ചെയ്തു. വേണ്ട, ആഴ്ചയിൽ ഒരു ദിവസം കറക്റ്റാണ്. ഒരാഴ്ച കഴിയുമ്പോൾ നിൽക്കും. ഇനി ഇടയ്ക്ക് ചിലപ്പോൾ നിൽക്കും, ചെറിയൊരു അടി കൊടുത്താൽ മതി. പിന്നെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും അടിക്കുന്നുണ്ടോ അത് അങ്ങനെ. പിന്നെ ഒരുപാട് ഇതൊക്കെ പുതിയതാണ്. ഇത് പുതിയതാണ്, ഏറ്റവും പുതിയത് ഇതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫർണിച്ചറുകൾ. ഏറ്റവും പുതിയതെന്ന് ഉദ്ദേശിച്ച ഈ ഷീൽഡ്. അതെ അതെ, ഇവിടുത്തെ ഫർണിച്ചറുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അല്ലേ, എന്താ അങ്ങനെ ചൈനീസ് അന്ന് പക്ഷെ അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. ചൈനീസ് ഈ ആർക്കിടെക്ചർ, നേപ്പാൾ, ചൈന, ഇതെല്ലാം ഈ ഡ്രാഗൺസ് ഇതിങ്ങനെ തുറക്കാൻ പറ്റുന്ന വ്യാളികള് അല്ലേ, ഇത് തുറക്കാൻ പറ്റുന്ന. കുട്ടികളൊക്കെ ആണെന്ന് പിന്നെ അത്തേത് ഇരുന്നാലും അറിയില്ല. പണ്ടൊക്കെ വല്ല സ്റ്റോറൊക്കെ ചെയ്ത് വെച്ചിരുന്നതായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പണ്ട് സ്റ്റോർ ബുക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ തുണി അടുക്കി വെക്കാം. ലാമ്പാണെങ്കിൽ പിന്നെ നമ്മളെപ്പോഴും കാണുന്ന ഒരു ചിത്രം, എല്ലാ ആ ചിത്രത്തിൽ മഹാരാജാവിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മ സേതു പാർവതി ബായ് തമ്പുരാട്ടിയുടെ ചിത്രം. ഇപ്പോഴും ഇതൊക്കെ പ്രിൻസ് ഒരുപാട് ആയിട്ടുണ്ടാവോ? ഇതൊക്കെ പുതിയതാ ആണല്ലേ. അതെ, 3 മാർബിൾ ലൈറ്റ്, 3 തട്ടാണ്. ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് തൊടാൻ സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ. കുറച്ച് അങ്ങനെ എല്ലാത്തിലും തൊട്ട് നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ. പിന്നെ രാജാരവിവർമ്മയുടെ പ്രശസ്തമായ പെയിന്റിങ് There Comes Papa അല്ലേ, അതാ അച്ഛൻ വരുന്നു. പട്ടിയെ രണ്ടാമത് ആഡ് ചെയ്തതാണ്. അതൊരു എക്സിബിഷന് പോയിട്ട് തിരിച്ചു ചിക്കാഗോയിലാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പ്രധാന വാതിൽ അല്ലേ. പണ്ടത്തെ അല്ല, ഇത് കഴിഞ്ഞിട്ടൊരു ഇതൊരു ഓഫീസ് റൂം, പണ്ട് ചിത്രത്തിൽ ഓഫീസ് റൂം ആയിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് തന്ത്രപ്രധാനമായ പല തീരുമാനങ്ങളും അദ്ദേഹം എടുത്തിട്ടുണ്ടാവും. ഇവിടെ പക്ഷേ കുറച്ചുകൂടെ പുതിയതാണ്. മെയിൻ പിന്നെ ഭരണകാലത്തൊക്കെ കൂടുതലും സെക്രട്ടറി ദർബാർ ഹാൾ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു മിനി ദർബാർ ഹാളുണ്ട്. ഇവിടെ പറഞ്ഞ ഈ പാലസിൽ. അതെയോ? അത് മുകളിലാണോ? അതിപ്പോ അടച്ചിട്ടിരിക്കുക. റെനോവേഷൻ ഈ മഴയത്ത് ഈ
എത്ര റൂമുകളുണ്ട് മൊത്തം? 100 ഇവിടെ 100 കാണും, 100 കൂടുതൽ കാണും. എല്ലാം ഉപയോഗ ഇല്ല, ഇപ്പൊ ഇതൊരു നമ്മൾ നിൽക്കുന്ന ഒരു റൂം, ഇപ്പൊ ഇങ്ങനെ അങ്ങനെ ഇതൊരു റൂമായിട്ട് കണക്കാക്കും. ഡിഫറൻഷ്യൽ അതൊരു റൂം, വരാന്ത എല്ലാം കൂടെ ചേർത്താണ് 100 അടുപ്പിച്ചുണ്ട്. ഇത് ചിത്രനാൾ മഹാരാജാവിന്റെ അച്ഛൻ കിളിമാനൂർ രവിവർമ്മ തമ്പുരാൻ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ക്യൂരിയോസ് ഉണ്ട് അല്ലേ? ഇതിന്റെ നടുഭാഗത്ത് കണ്ടോ ഒരു ക്യൂരിയോസ് ഉണ്ട്, ഒരു ഫലകത്തിന്റെ മുകളിലൊരു ഷിപ്പ്. ഇതിനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ, ഈ ഒരു ഷിപ്പിന് ഇല്ലേ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. പണ്ട് കടൽ കടന്ന് പോവുക എന്നുള്ളത് ഒരു പാപമായിട്ട് വിശ്വസിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ചിത്രതിരുനാൾ മഹാരാജാവിൻ്റെ അമ്മ സേതു പാർവതിബായും അനിയത്തി പ്രിയ സഹോദരി കാർത്തിക തിരുനാൾ ലക്ഷ്മിബായി തമ്പുരാട്ടിയും കൂടി ഇംഗ്ലണ്ടിലേക്ക് പോയി വന്നു. ആ ഒരു മാമൂലുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയതിൻ്റെ ആ ഒരു അഭിനന്ദനമായിട്ട് തിരുവനന്തപുരം നിവാസികൾ കൊടുത്ത ഫലകമാണെന്ന് കേട്ടിട്ടുണ്ട്. ശരി, അത് ഒരു സൈഡിൽ അമ്പലവും പത്മനാഭസ്വാമി ക്ഷേത്രവും, ഒരു സൈഡിൽ കവടിയാറുമാണ് ആണല്ലേ. പിന്നെ ഒരുപാട് കുറേ ചൈനീസ് ആണ് അല്ല, ഒരുപാട് ചൈനീസ് കുറച്ചൊക്കെ കുറേ ഉണ്ട്. പിന്നെ ടവേഴ്സും ജാപ്പനീസ് ഓർ ചൈനീസ്, ജാപ്പനീസ് എന്ന് പറയാൻ വേണമെങ്കിൽ ഡ്രാഗൺസ് ജപ്പാനിലും ഇല്ലേ, പഴയ ബ്രൂസ് വില്ലിസ് എൻ്റർ ദി ഡ്രാഗൺ. ഇത് മാർബിളാ, ഇത് എടുക്കാൻ ഒക്കില്ല, ഇതും ഭയങ്കര വെയിറ്റ് എടുക്കാൻ ഒക്കില്ല. ഇത് പിന്നെ ലൈറ്റ് ഫാന് ഒന്നും സ്വിച്ചസ് ഒക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഫാനൊന്നും ലൈറ്റ് സൗണ്ട് തന്നെ ഇല്ല കേട്ടോ ഇപ്പോഴും. ഇത് കുറച്ച് പുതിയ ഫാൻ ആണോ? മറ്റേ പഴയ ഫാൻ അകത്ത് കിടപ്പുണ്ടാകും. സൗണ്ട് ഒക്കെ എങ്ങനെയാ അതിന്റെ? സൗണ്ട് ഇല്ല, വല്ലാതെ ഇല്ല. പക്ഷെ ഇപ്പോഴൊക്കെ നമ്മളിപ്പോ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെയാ. പക്ഷെ ഇവിടെ എനിക്ക് അതിന്റെ ഒരു ആവശ്യം തോന്നിയില്ല. പിന്നെ ഓണവില്ല് അല്ലേ? അതെ, ഓണവില്ല് ഇതാണ് കൽക്കി. 2000 വർഷം കഴിയുമ്പോൾ അവതരിക്കാന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ഓണവില്ലിന്റെ ഒരു ഇതെന്താ, ഒരു പ്രത്യേക കുടുംബത്തിന് മാത്രം നിർമ്മിക്കാനുള്ള അവകാശമൊക്കെ അവര് അങ്ങനെ തിരുവോണത്തിന്റെ വരച്ച് അവിടെ അങ്ങനെയാണ് സമർപ്പിക്കും. ദശാവതാരങ്ങൾ. കൽക്കിയെ കണ്ടോ? വാളൊക്കെ പിടിച്ച് കൽക്കി അവതരിച്ചിട്ടോ? അവതരിച്ചില്ലേ? കൽക്കി അവതരിച്ചു ഇല്ലേ? കലികാലമായി, കലിയുടെ കാലമായി. കൽക്കി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഒരു 2000 വർഷം കഴിയുമ്പോൾ വടക്കേ ഇന്ത്യയിൽ അവതരിക്കുന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അനന്തസേനം, ഗണപതി, ശ്രീരാമൻ, ശാസ്താവ്. ഇത് രവിവർമ്മ പെയിന്റിംഗ് ആണ്. കറക്റ്റ് നിശാന്തിരുനാൾ മഹാരാജാവിന്റെ അമ്മ ഒരു ബന്ധുവാണ്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല കറക്റ്റ് റിലേഷൻ. പക്ഷെ ഇതൊക്കെ അന്നത്തെ കാലത്തുള്ള ഇതൊക്കെ പഴയതാണ് അല്ലേ? ഈ ഒരു ചിത്രമൊക്കെ നോക്കൂ, ഇപ്പോഴും ആ ഒരു മങ്ങലൊന്നും ഏൽക്കാതെ അല്ലേ? ഇപ്പോഴും എന്തൊരു ഭംഗിയായിട്ടാണ്. മാലകൾക്കൊക്കെ ആ കളറൊക്കെ ഇപ്പോഴും പച്ച കളറൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞാനാണ് കേട്ടോ ഇത് കൊണ്ടുപോകുന്നത്. പടി കയറിയാലോ? ഇതിന്റെ അടുത്ത് വെളിച്ചം കിട്ടുമോന്നറിയില്ല. അതിന്റെ അടുത്ത് അടിയിൽ പോയി നിന്നല്ലേ. ഇതാണ് ശബ്ദമുള്ള പടി. ഈ ഒരു പടിക്ക് ശബ്ദമുണ്ട് കേട്ടോ. ഇത് എന്താണ്? ഇല്ല, അത് പണ്ടൊരു ഇന്റർവ്യൂവിൽ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള, രാത്രിയിൽ ആരെങ്കിലും നടക്കുമ്പോ ഈ പടി സൗണ്ട്, ഈ പടി മാത്രമേ സൗണ്ട് ഉള്ളൂ. കുളത്തിൽ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വാളും പരിചയം. 1741. എനിക്ക് കുറച്ചൊക്കെ ഹിസ്റ്ററി അറിയാം കേട്ടോ. ക്യാപ്റ്റൻ ഡിൻലയും അതായത് ഡച്ച് സൈന്യവും മാർത്താണ്ഡവർമ്മ സൈന്യവും കൂടി. അന്ന് തിരുവിതാംകൂറാണ് ആദ്യമായിട്ട് ഒരു വിദേശിയെ തോൽപ്പിക്കുന്നത്. അതെ, ഒരു ആഘോഷം തന്നെയായിരിക്കും അല്ലേ ആ ഒരു സമയം? അല്ല, വലിയ ആഘോഷം. പക്ഷെ നമ്മളങ്ങനെ ഒരു ഹൗ ടു ട്രീറ്റ് ദി പ്രിസണേഴ്സ് ഓഫ് വാർ എന്ന് അദ്ദേഹം മാർത്താണ്ഡ മഹാരാജാവാണ് കാണിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിന് ഇവിടുത്തെ പട്ടാളത്തിലെ സേനാധിപൻ മേധാവിയായിട്ട് ഇവിടെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം പിന്നെ നാട്ടിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയും പെറ്റ് ഡോഗിനെ കൂടെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ അവസാനം എനിക്ക് മരിക്കുന്ന ഇവിടെ തന്നെയായിരുന്നു.
ഇപ്പോഴത്തെ കാലത്ത് ഓരോരുത്തരെ പിടിക്കാണ്ട് അവനെ ടോർച്ചർ ചെയ്തും. അപ്പോൾ തിരുവിതാംകൂർ അന്നും മാതൃകയായിരുന്നു. നമുക്ക് മുകളിലോട്ട് കയറാനുള്ള അനുവാദം ഇല്ല കേട്ടോ, കാരണം ഇവിടുന്ന് ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്, കൊട്ടാരത്തിലെ അംഗങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ഇത് പുതിയതാണ് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട്. ഓ, ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർ വരച്ച അല്ലേ, കുറേ വാല്യുബിൾ ആയിട്ടുള്ള. ഈ ഒരു സ്റ്റെയർ കേസും ഭയങ്കര പ്രത്യേകത ഉള്ളതാണ് കേട്ടോ. ഒരു ഓർണമെൻ്റൽ ഒരു സ്ട്രക്ചർ അല്ലേ, ഈ ഒരു ചുമരിനോട് ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പില്ലേഴ്സ് ഒന്നുമില്ല, ആകെ ഒരു പില്ലറേ ഉള്ളൂ, ഈ ഒരു പില്ലർ. ഇതിലാണ് ഇത്രയും വലിയൊരു സ്റ്റെയർ കേസ് നിൽക്കുന്നത്. ഈ വലിയ സ്റ്റെയർ കേസ് ചെറിയ ആൾക്കാർ പോകുന്നത്. പണ്ട് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ടാവും അല്ലേ, ആ ഒരു സമയത്ത് അതിന് ഇതാണ് ഒഫീഷ്യൽ ഡ്രോയിങ് റൂം. ഒരുപാട് വലിയ വലിയ ആളുകൾ വന്ന്, മഹാന്മാർ വന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ട്, ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഗാന്ധിജി ഐ തിങ്ക് 1929 ഇവിടെ. അന്നെല്ലാവരും തറയിൽ തന്നെയായിരുന്നു. ഗാന്ധിജി വന്ന സമയത്ത് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, ചെയറിലിരിക്കാൻ പറഞ്ഞപ്പോൾ തിരുമനസിനോട് പറഞ്ഞു, ഞാനും ഇവിടുത്തെ ഒരാൾ തന്നെയാണ്, നിങ്ങളെല്ലാവരും നിലത്തല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാനും നിലത്തിരിക്കാന്ന് പറഞ്ഞിട്ട് അല്ലേ. അങ്ങനെ അന്ന് പക്ഷേ ഈ ഒരു കാർപ്പറ്റ് അല്ല അല്ലേ, വേറെ അല്ലെന്ന് തോന്നുന്നു. ചിത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു വേറൊരു കളറായിരുന്നു. കുട്ടിക്കാലത്ത് എങ്ങനെയാ ഇവിടെ വന്നിരിക്കാറൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ ഇരിക്കാറുണ്ട്. പിന്നെ ഞങ്ങള് സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പേ ചിത്രനാഥ മഹാരാജാവ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കുന്നത്. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വരും. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ 4 പേരുണ്ട്, അക്ക 2 ചേട്ടന്മാരും ഞാനും. ഞങ്ങൾക്ക് ഓരോ ചെറിയ കിടക്കാനായിട്ട് ചെറിയൊരു ഇതുണ്ട്, അതിൽ ഞങ്ങളിങ്ങനെ കിടക്കും. അദ്ദേഹം ഇവിടെ ഈ പൊസിഷനിൽ ഇരുന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു തരും. വലിയ ഭാഗ്യം. പുരാണം. പിന്നെ സ്കൂളൊക്കെ തുടങ്ങിയ പിന്നെ അങ്ങ് പോയി. കാറ്റിന്റെ ആവശ്യമില്ല, ഏത് നേരവും ക്രോസ് വെന്റിലേഷനും അങ്ങനെയല്ലേ. അങ്ങനെ കഥകൾ പറഞ്ഞു തന്നതിൽ എങ്ങനെ, എന്താ ചരിത്രപരമായിട്ടുള്ള കഥകളാണോ അതോ കുട്ടികൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പൊടിക്കൈകളാണോ? പുരാണ മഹാഭാരതം അങ്ങനത്തെ കഥകൾ, പഴയ ഹിസ്റ്ററി. ചിലപ്പോൾ ഇംഗ്ലീഷ് കഥകളൊക്കെ പറയും, ജെയിംസ് ബോണ്ടിന്റെ, പിന്നെ ടാർസൻ, പഴയ അതൊക്കെ പിന്നെ കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള അന്നത്തെ മോഡേൺ കാര്യങ്ങളും പറയും. അപ്പൊ ആ ഒരു സമയത്ത് കറക്റ്റ് ആയിട്ട് കിടക്കുകയൊക്കെ ചെയ്യായിരിക്കും അല്ലേ, കേൾക്കാനും കൂടി വേണ്ടി ഞങ്ങൾ കേൾക്കും. ഇവിടെയും ഒരുപാട് രാജാ രവിവർമ്മ പെയിന്റിങ്സ് ഉണ്ട്. അതുപോലെ പ്രധാനമന്ത്രി വന്നപ്പോഴും ഇലക്ഷന് മുമ്പേ 10 വർഷം മുമ്പേ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം കൂടെ സെക്യൂരിറ്റി അല്ല? അതെ. ഇപ്പോൾ അമ്മയ്ക്ക് പത്മശ്രീ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്ന കാര്യമൊക്കെ ഓർമ്മയുണ്ടത്. ഇത്രയും വലിയ കൊട്ടാരവും ഇതൊക്കെ എന്താ പറയുക, കാഴ്ച കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടാറുള്ളൊരു കാര്യം തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ എളിമയും അതുപോലെ ലാളിത്യമുള്ള സംസാരം, വസ്ത്രധാരണം, ഭക്ഷണ രീതി ഒക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞങ്ങളിവിടെ കുറേ നേരമായി വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് പോലും കഴിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഒരു ദിവസത്തെ വാട്ട് കീപ്സ് ദ പ്രിൻസ് എൻഗേജ്ഡ്? ഒരു ദിവസം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു കുടുംബത്തിലെ ആളുകൾ, പ്രത്യേകിച്ചും പ്രിൻസ്, എങ്ങനെയാണ് ഒരു ദിവസവും രാവിലെ പിന്നെ എല്ലാ ദിവസവും കുളി മസ്റ്റാണ്. പിന്നെ കഴിയുന്നതും ചൂടുവെള്ളത്തിൽ കുളിക്കാറില്ല, തണുത്ത വെള്ളത്തിലാണ് ആൾ കുളിക്കുക. പിന്നെ ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ പൂജാമുറിയിൽ ഒരു 10-20 മിനിറ്റ് കുട്ടികളും എല്ലാവരും വൈഫും വിളക്കത്തിച്ച് അത് തറയിൽ ജപിക്കണം എന്നൊരു മസ്റ്റാണ്. 5 മിനിറ്റ്. പക്ഷേ നിലത്തിരുന്ന് വിളക്ക് കത്തിച്ച് മുമ്പിൽ ജപിക്കുക. അത് അമ്മ കുട്ടിക്കാലത്ത് ഒരുപാട് ശ്ലോകങ്ങൾ പറഞ്ഞു. അപ്പം അത് കുറേയൊക്കെ കുട്ടികൾ പറഞ്ഞു കൊടുത്തു. അവർക്ക്
ഇപ്പോൾ കോളേജ് അറിയാമല്ലോ, ഒരുപാട് എടുത്താൽ പൊങ്ങാത്ത വിഷയങ്ങൾ, സിലബസും ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാം കൂടി എത്തുന്നു. കോളേജിൽ ഉള്ള ദിവസമാണെങ്കിൽ 8:30 ആകുമ്പോൾ മിക്കവാറും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുവിടും, കോളേജിൽ കൊണ്ടുവിടും. അവരുടെ കോളേജിലുള്ള ഒരുപാട് പേര് എൻ്റെ ഇപ്പോൾ നല്ല സുഹൃത്തുക്കളായി. ഇപ്പോഴും പ്രത്യേകിച്ച് എന്താ സോഷ്യൽ മീഡിയയുടെ ഗുണത്തിൻ്റെ ഒരു വശം. അതെ, ഫംഗ്ഷനൊക്കെ വിളിക്കുമോ അങ്ങനെ? അവിടെ കോളേജിന് ഇടയ്ക്ക് പോയിട്ടുണ്ട്. ഇനാഗുറേഷൻ ഇനാഗുറേഷൻ അല്ല, ഈ കാർ ഷോവിനൊക്കെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഈ പുതിയ കാറിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ പഴയ കാർ ഇടുമ്പോൾ അവർക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വോക്സ്വാഗൺ ബീറ്റിലും കൂടെ ഉണ്ട്, അതിപ്പോൾ വർക്ക്ഷോപ്പിൽ പോയിരിക്കുക. അതടുത്ത എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസം ഞാൻ വരും. ഈ അംബാസിഡർ കണ്ടല്ലോ അച്ഛൻ്റെ അമ്മയുടെ വിവാഹത്തിന്, അങ്ങോട്ടൊന്ന് പോവാല്ലേ അത് കഴിഞ്ഞിട്ട്. പിന്നെ അങ്ങനെ പിന്നെ എങ്ങനെയാ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആവുമ്പോൾ പിന്നെ വേറെ വല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും അല്ലേ ഓരോ ദിവസം? വേറെ വേറെ പിന്നെ ഞാൻ നമ്മൾക്ക് ഒരു കമ്പനിയുണ്ട്, എക്സ്പോർട്ട് കമ്പനി. പിന്നെ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലുണ്ട്. പിന്നെ യാത്രകൾ ഒരുപാട് യാത്രകൾ ഇടയ്ക്ക് കുറേ യാത്രയൊക്കെ ഉണ്ട്. അതുപോലെ ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കും അല്ലേ? നന്നായിട്ട് കുറച്ചൊക്കെ വായിക്കും. വീണ പഠിച്ചിട്ടുണ്ട്. പിന്നെയോ പിന്നെ എന്തൊക്കെയായിരുന്നു? പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും. പിന്നെ സ്പോർട്സ് ആണ്, ബാഡ്മിൻ്റൺ. ദിവസം മിക്കവാറും ഇവിടെ ഉണ്ടെങ്കിൽ കളിക്കും. എനിക്ക് തന്നെ ഉണ്ട് 5 കോർട്ടുണ്ട്. അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട് കോച്ചിങ്ങിന്. കുട്ടികൾക്ക് നല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഇവിടെ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ജോസ് സാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്, അക്കാഡമി ആയിട്ട്. വളരെ നല്ലോണം പോകുന്നുണ്ട്. കുട്ടി വരുന്ന സമയത്തൊക്കെ അങ്ങനെ പുറത്തു പോയി കളിക്കുക എന്നുള്ള പരിപാടി ഒക്കെ ഇവിടെ തന്നെ. എല്ലാം ഇവിടെ തന്നെ. കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 4-5 മണിയാകുമ്പോൾ ഫ്രണ്ട്സ് വരും. അന്ന് പിന്നെ ഫ്ലഡ് ലൈറ്റിന്റെ പരിപാടിയില്ല. അപ്പോൾ സൂര്യ അസ്തമിക്കുന്നവരെ കളിക്കും 6 മണി. ഇപ്പോഴ് ഇരുട്ടായി കഴിഞ്ഞിട്ടാണ് ആൾക്കാർ കളിക്കാൻ വരുന്നത്. ഇൻഡോർ കോർട്ടും അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. പണ്ട് പക്ഷെ ഫുൾ ഔട്ട്ഡോർ ആയിരുന്നു. ഇപ്പോൾ പണ്ട് ചെരുപ്പില്ലാതെ ഇവിടെ ഓടുക മുറ്റത്തൊടി. ഇപ്പോൾ ആൾക്കാർ മറ്റൊന്ന് എണിക്കുമ്പോഴേ ചെരുപ്പിട്ട് ഇറങ്ങുന്നത്, ഭൂമിയെ തൊടുകയില്ല. ഞങ്ങളൊക്കെ ഇപ്പോഴും അമ്മ പറഞ്ഞിട്ടുണ്ട്, എണിക്കുമ്പോൾ ഭൂമി തൊട്ട് കണ്ണി വെച്ചിട്ടാണ് പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ പാദം ചവിട്ടുന്ന ക്ഷമ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ദിവസം തുടങ്ങുന്നത്. ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു ഒരുപാട് പേര്. പിന്നെ ഫുട്ബോൾ, ഇടയ്ക്ക് ക്രിക്കറ്റ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ അന്ന് സ്റ്റാർ ആയിരുന്നു? ഇല്ലില്ല, ഞാൻ വളരെ ഷൈ ആയിരുന്നു, ക്വയറ്റ്. പക്ഷെ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഒരു ആൾക്കാരൊക്കെ പരിഗണനയൊക്കെ ഉണ്ടാവും അല്ലേ? അങ്ങനെ പരിഗണന ആരും അത് ഇടിക്കും പിടിക്കും കുറച്ചൊക്കെ ഉണ്ട്. അന്നൊക്കെ കുറച്ച് അടിയൊക്കെ കൊണ്ടുണ്ട് ടീച്ചർമാരുടെ എന്നൊക്കെ. ഇടയ്ക്ക് കുറച്ച് ബഹളമൊക്കെ കുസൃതിയെ കാണിക്കുമ്പോൾ ടീച്ചർമാർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളിൽ ചെറിയ സൺഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഈ 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ അതിലിങ്ങനെ ചാടി പിടിച്ച് തൂങ്ങി ചാടി ഇറങ്ങും. ഞാൻ ഇത് കുറച്ച് ദിവസം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ചെയ്തായിരുന്നു. ചാടി തൂങ്ങി, പക്ഷെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് വിളിച്ച് അവസാനം സാറ് വന്ന് പിടിച്ചിറക്കി 2 അടിയും കിട്ടി. അതോടെ നിർത്തി, നമുക്ക് പറ്റാത്ത കാര്യം മനസ്സിലായി. അതൊക്കെ വീട്ടിലറിയാറുണ്ടോ? ടീച്ചർമാരെ വിളിച്ച് പറഞ്ഞാലേ അറിയുമോ. അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു? കുഴപ്പമില്ല, അതേ കാര്യങ്ങളൊന്നും അറിയിക്കും. സ്കൂളിൽ പിന്നെ ഇടയ്ക്ക് വിളിച്ച് അന്വേഷിക്കും. അമ്മയെക്കുറിച്ച് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. അച്ഛൻ എങ്ങനെയായിരുന്നു പഠിത്ത കാര്യങ്ങളിലും? അച്ഛൻ രാവിലെയൊക്കെ എണീപ്പിച്ചുകൊണ്ടിരുന്നത് 5 മണി, പരീക്ഷ സമയത്ത് 5 മണിക്കൊക്കെ എണീപ്പിക്കും. ഇടയ്ക്ക് എൻ്റെ അച്ഛൻ കിടക്കാൻ പോകുന്നത് പറയും. പക്ഷെ അച്ഛൻ ഞാൻ ഉറങ്ങിയപ്പോൾ ആടി കൊണ്ടപ്പോൾ ഞാൻ മനസ്സിലായി അച്ഛൻ ഉറങ്ങാറില്ല, എന്ന് ഞാൻ ഉറങ്ങുന്നത്. അച്ഛൻ പറയുമായിരുന്നു, എന്തിനാ ഈ അലാറം വെച്ചിട്ട് വെളിച്ചത്തിൽ നിന്ന് ഉറങ്ങുന്നത്, മറ്റേപ്പോൾ കിടന്നോളൂ. പക്ഷേ പഠിക്കുക എന്നുള്ള കാര്യം കുറച്ച് വലിയ അതെ, എനിക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമായിരുന്നു. എഡ്യൂക്കേഷൻ ആവറേജേ ഉള്ളൂ, എന്നെക്കാട്ടിൽ നോളജാണ് ഞാൻ കുറച്ചുകൂടെ. എന്താണ് ഇന്ത്യയിൽ തന്നെ എത്രയോ സ്ഥലങ്ങൾ നമുക്കറിയാൻ വയ്യാത്തതുണ്ട്. ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അല്ലേ? അതെ. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഈ ആദി കൈലാസം എന്ന് പറഞ്ഞ് പലരും വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യയിലല്ലെന്ന്. ശരിക്കും ഇന്ത്യയും നേപ്പാളും ടിബറ്റും ചേരുന്ന പോയിന്റാണ്. 3 രാജ്യങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് കാണാം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിൽ തന്നെ ഇനിയും കാണാനുണ്ട്. ഇങ്ങനെ ഈ റിസ്ക് എടുത്തിട്ടുള്ള ഈ യാത്രയ്ക്കൊക്കെ കൊട്ടാരത്തിലുള്ളവരെങ്ങനെയാണ് സപ്പോർട്ടാണ്? ഇല്ല, നമുക്ക് ഈ ബദ്രീനാഥ് കേദാർനാഥൊക്കെ പോകുമ്പോൾ
പേടിയാണ്. പിന്നെ ഒരു ധൈര്യം, ഒരു വിശ്വാസത്തിലേക്ക് പോകും. നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും കാണാം അല്ലേ? ഇത് ബാക്കി ഇതാ ഇവിടെ അന്ന് പറഞ്ഞത് വലിയൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ചിത്രമാണല്ലോ അല്ലേ? അതെ, 1956 എടുത്താണ്. ചിത്രനാളാണ് ഇരിക്കുന്ന കൂട്ടിട്ട് രാജ്പ്രമുഖായിട്ട്. മറ്റേത് വലിയ മുമ്മ, മറ്റേതല്ല ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണോ? അതല്ലേ? അതെ. ഒക്കെ റിയൽ ചിത്രങ്ങൾ തന്നെയല്ലേ? അതെ, ചിത്രങ്ങളൊക്കെ റിയലാണ്. ക്യാൻവാസില് അദ്ദേഹത്തിന്റെ കൈ പതിഞ്ഞ ക്യാൻവാസ് അല്ലേ? ഫ്ലവർ വാസ് ഉണ്ട്, അപ്പുറത്തിരിക്കുന്നുണ്ടോ ഈ പടത്തിലും ഉണ്ട്. അപ്പോഴും അവിടുത്തെ 1955 അതേ സ്ഥലത്ത് അല്ലേ? അനക്കിയിട്ടില്ല. ഇത് പിന്നെ ഇതൊക്കെ പുതിയതാണ്. ഒരുപാട് കാര്യങ്ങൾ പുതിയതും ഉണ്ട് കേട്ടോ അല്ലേ? ഇപ്പൊ ഇങ്ങനെ വിഗ്രഹം, ഇതൊക്കെ രവിവർമ്മ ചിത്രങ്ങളാണ്. വിഗ്രഹങ്ങൾ ഇതൊക്കെ പുതിയതാണ്. ഇതും പുതിയതാ. ഇതും മരിക്കുന്ന ഒരു 10 വർഷമൊക്കെ ആവുന്നുണ്ട്. ജയ്പൂരിൽ നിന്ന് ഒരാളുണ്ടാവുന്നത്. 100-ലധികം മുറികളുള്ള ഈ ഒരു കൊട്ടാരത്തിൽ ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പോൾ കുറവാ. വല്യമ്മ, അമ്മ, പിന്നെ ഞാന്, കുട്ടികളെ. ഇത്രയും പേര്? ശരിക്കും പേടിയാവും രാത്രിയൊക്കെ? ഞങ്ങൾ പിന്നെ ഇവിടെ ജനിച്ചത്, പിന്നെ വലിയ പേടിയില്ല. മഴയൊക്കെ ആവുമ്പോഴും ഈ വാതിലൊക്കെ തുറക്കുമ്പോ സൗണ്ട് ഒക്കെ? മഴയാകുമ്പോൾ കാറ്റത്ത് തനിയെ വാതിൽ തുറക്കും. കാറ്റപ്പോ ഈ സൗണ്ട് കേൾക്കും. സിനിമയിലൊക്കെ കാണൂല്ലേ ഇങ്ങനെ ശബ്ദം കേട്ട് ഇങ്ങനെ വാതിൽ തുറക്കും. സിനിമയിലൊക്കെ ആകുമ്പോൾ അതിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും രൂപം കാണാം. ഇവിടെ അകത്ത് രൂപം, കർട്ടൻസും ഇല്ല. കർട്ടൻസ് പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പിന്നെ അത് ഈ തട്ടായിരുന്നു. രാത്രിയാകുമ്പോ എല്ലാവരും അധികം പേരും മുകളിലൊക്കെ ആയിരിക്കും. ഞാൻ ഇടയ്ക്ക് റൗണ്ട് അടിച്ച് നോക്കും രാത്രിയിൽ, എന്തെങ്കിലും ശബ്ദമുണ്ടോ, ആരെങ്കിലും ഉണ്ടോ അദൃശ്യമായിട്ട്. പക്ഷെ അങ്ങനെ ഞാൻ എന്റെ കണ്ണിലൊന്നും കണ്ടിട്ടില്ല. സെക്യൂരിറ്റി ഉണ്ടല്ലോ അല്ലേ? സെക്യൂരിറ്റി ഉള്ളിലുണ്ട്. അവരിടയ്ക്ക് രാത്രിയിൽ റൗണ്ട് അടിക്കും. ഇതൊരു കണക്ഷൻ സ്പേസ് ആണ് അല്ലേ? ഇത് എല്ലാ സ്ഥലത്തേക്കും, ഒരു ഫോയറിന്ന് എല്ലാ ഭാഗത്തേക്കും ഉള്ളൊരു കണക്ഷൻ. മഴ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. മഴ പെയ്യുമ്പോൾ പണ്ട് ഇതൊക്കെ അടച്ചിട്ടുന്ന വെള്ളം ഇതുവരെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ മഴക്കാലത്ത് വെയിലും, വെയിലുകാലത്ത് മഴ. അവിടെ സ്ലിപ്പ് ചെയ്യാം, വെള്ളം വേണം. നല്ല രസമായിരിക്കും. സ്ലിപ്പ് ചെയ്ത് നേരെ അവിടെ എത്തിക്കോളും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരാളൊരു ദിവസം, കുടുംബത്തിലെ ഒരാൾ ദിവസം പോയില്ലെങ്കിൽ പിഴ കൊടുക്കണമെന്നുള്ള? ഫാമിലി പോയില്ലെങ്കിൽ, എല്ലാവരും പോയില്ലെങ്കിൽ പിഴയുണ്ട്. അതെയോ? അത് എന്താണ് അതിൻ്റെ ഒരു? ഭഗവാന്റെ ആരും എന്താ സേവ വിട്ടിട്ട് പോയിരിക്കാൻ വേണ്ടി പണ്ട് ചെയ്ത. 2011 കാലത്ത് സമയത്തായിരുന്നല്ലോ അല്ലെ? പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു നിലവറ ഉണ്ടെന്നും അതില് നിക്ഷേപങ്ങൾ ഉണ്ടെന്നും ഒക്കെ ഉള്ളത്. ആ ഒരു സമയത്ത് ഉത്രാടം തിരുനാൾ മഹാരാജാവിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു പോയത്. എന്തായിരുന്നു അത് തുറന്ന സമയത്ത് മനസ്സിലായി? ആദ്യം തുറക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇത്രയും 4-5 കഥവുകളും കരിങ്കല്ലൊക്കെ മാറ്റി വേണം അകത്ത് കയറാൻ. ഞാൻ പോകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഓൾമോസ്റ്റ് സോർട്ടിങ് സമയത്താണ് കയറിയത്. ആദ്യം ഇതെല്ലാം താഴത്തെ അറിയുന്ന മുകളിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ ഇല്ലായിരുന്നു. നല്ല കാഴ്ചയായിരുന്നു. ഒരുപാട് മാലകളുണ്ട്, എന്താ പറയുക, നെന്മണികളൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാ പറഞ്ഞത്. നെന്മണി ഞങ്ങൾ തൂക്കി വെച്ചിരിക്കുക, ഒരു 800 കിലോ ഉണ്ട് സമയത്ത്. അതെ. അവിടെ രണ്ട് നിലവറേന്റെയും ബി നിലവറേന്റെയും ഭിത്തികൾ തമ്മിൽ ഷെയർ ചെയ്തിരിക്കുക. ഒരു ഭിത്തിയാണ് അല്ലേ? അത് എ നിലവറയുടെ ഭിത്തിയിലാണ് ഒരു വലിയ ഇത്ര പൊക്കത്തിലുള്ളൊരു പാമ്പ് പൊത്തി വെച്ചിട്ടുണ്ട്. സ്വർണ്ണത്തിലല്ല, കരിങ്കല്ല്. അത് എന്തിനായിരിക്കും അത് അവിടെ? പാമ്പിന്റെ പടം പണ്ട് കേട്ടിട്ടുള്ള ഇങ്ങനെ ഡേഞ്ചർ, അപായം, പണ്ട് ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിക്കുക. ഇപ്പൊ മറ്റേ എല്ലിന്റെ പടം ഇങ്ങനെയൊക്കെ ഇല്ലേ ഇപ്പോഴത്തെ, ഡേഞ്ചർ, അപായം, ഹൈ വോൾട്ടേജ്. പണ്ട് പാമ്പായിരുന്നു. ആ നിലവറ തുറന്ന സമയത്ത് ഇപ്പോൾ അതൊക്കെ കണ്ട് ഇവിടെ വന്നപ്പോൾ അത് ഇവിടെയുള്ള കൊട്ടാരത്തിലെ അംഗങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെ, ശരിക്കും അത്ഭുതമായിരുന്നില്ലേ ആ ഒരു സമയത്ത്? കേട്ടിട്ടല്ലോ ഈ കഥകളിലൊക്കെ. ഇവിടെ അമ്പലത്തിൽ ഒരു കേസ് വന്നപ്പോഴേ അല്ലെങ്കിൽ ഇന്നും അടഞ്ഞു നടന്നു. എന്തായിരിക്കും അങ്ങനെ നിധിയൊക്കെ സൂക്ഷിക്കാൻ കാരണം? ഈ അമ്പലത്തിൽ കുറെ സമർപ്പണങ്ങളാണെന്നാണ് കേട്ടിട്ടുള്ളത്.
ഓരോരുത്തരുടെ പല കാലങ്ങളിലും ഓരോരുത്തരുടെ അമ്പലത്തിൽ കാണിക്കപ്പെട്ടിടുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെയാണ്. ഇത് വർഷങ്ങളോളം അല്ലെങ്കിൽ അത്രയും കാലം അന്നൊക്കെ സ്വർണം ആയിരിക്കും അല്ലേ? 1340 കോയിൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, കോയിൻസ് ഒരുപാടുണ്ടായിരുന്നു. ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു കോയിൻ ഉണ്ട് 1340. ഇപ്പോൾ 1340 എത്ര വർഷമായി? അന്ന് കുറച്ച് നേരം നിന്നുണ്ടാവുമല്ലോ അല്ലേ ഇവിടെ? രാവിലെ 9:30 കയറുകയാണെങ്കിൽ ഒരു 1:30-2 മണി വരെ നിൽക്കും, പിന്നെ പോവില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കും. പിന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പിന്നെ ക്യാമറയും പോലീസും ഒക്കെ ഉണ്ട്. നമ്മളവരെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും റിസ്ക് ചെയ്തിട്ട് അല്ലേ? ഓക്കെ. അതുപോലെ ശ്രീകോവിലിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വെച്ച് നോക്കിയാൽ കടലിരമ്പുന്ന ശബ്ദം കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു മുഴക്കം ഇങ്ങനെ കേൾക്കാം. എന്താ ശ്രീകോവിലിൻ്റെ അകത്ത് കടലുണ്ട് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അത് പക്ഷേ ഇല്ലായിരുന്നല്ലോ അല്ലേ? അന്ന് അങ്ങനെ പോയി നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീകോവിലിന് അത് കയറി നോക്കിയില്ല. അല്ല, ബുദ്ധിമാരെ പറഞ്ഞിട്ടുണ്ടല്ലേ? പിന്നെ പാലാഴി എന്നുള്ള കൺസെപ്റ്റിൽ ഈയം ഒരുക്കി ഒഴിച്ചിട്ടുണ്ട് പടികളിൽ. പാല് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് റെക്കോർഡ്സിലുണ്ട്. ഇത് ഉത്രാടം തിരുനാൾ മഹാരാജാവിന്റെ ചിത്രമാണ്. ഇതൊക്കെ തമ്പുരാട്ടിക്ക് കിട്ടിയ അവാർഡുകളാണ്. 61 അവാർഡിന്റെ മുകളിലുണ്ട് ഇവിടെ. 61 ഇവിടെ ഉണ്ട്. ഈ രണ്ടിലുമായിട്ട് 61 ഉണ്ട്. ഇതാണ് ആദ്യത്തെ അവാർഡ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗരുഡ സാംസ്കാരിക സമിതിയുടെ അവാർഡാണ്. ഇതാണ് ആദ്യത്തെ അവാർഡ്. ഇതാണ് ലേറ്റസ്റ്റ് 61ാമത്തെ ഒരു സംതിങ്. ഏറ്റവും പുതിയ ഇതാണ് അത്. പക്ഷേ 60ാമത്തെ അവാർഡായിട്ടാണ് പത്മശ്രീ. പക്ഷെ ഫസ്റ്റ് നാഷണൽ അവാർഡ് ഇത് അമേരിക്കയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഇന്റർഫെയ്ത്ത് ലീഡർഷിപ്പ് അവാർഡ് അമേരിക്ക. ഇത് നാഷണൽ അവാർഡാണ്. പൂനെ എന്നുള്ള നാഷണൽ അവാർഡാണിത്. ഇത് ലളിതാംബിക അന്തർജനം ഫൗണ്ടേഷൻ്റെ അവാർഡാണ് ഇത്. പിന്നെ എല്ലാം പ്രഷ്യസാണ്. ഇത് ഇവിടെയാണ് തിരുപ്പതിയിൽ നിന്ന് കിട്ടിയ അവാർഡാണ്. അതെ, അവരെയാണ്. അത് വളരെ എന്താ പറയുന്നത്, വലിയൊരു ഇതാണ്. സനാതന ധർമ്മത്തിലേക്ക് നോക്കുകയാണ്. ഇത് സാഹിത്യ പഞ്ചാനനൻ അവാർഡ് ആദ്യം റെസിപ്പിയൻറ്റ് ഞാനാണ്. അതിൻ്റെ ഫസ്റ്റ് റെസിപ്പിയൻറ്റ്. അതെ, ഹിന്ദു പരിഷത്തിൻ്റെ. അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. പുരസ്കാരം ഇവിടെ കരികത്തമ്മ പുരസ്കാരം. അതാണ്. പിന്നെ ഇവിടെ വരുന്നു, ഇത് ഗുരുവായൂരുന്ന അവരുടെ സൊസൈറ്റി, നാഷണൽ സർവീസ് സൊസൈറ്റിയിലെയാണ്. ഇത് അംബേദ്കർ നാഷണൽ അവാർഡാണ്. ഇത് അംബേദ്കർ. ഇത് കർണാടകയിൽ നിന്ന് സന്യാസി സംഗമത്തിൻ്റെ അവരുടെ അവാർഡാണിത്. ഇതങ്ങനെ എല്ലാം എനിക്ക് വളരെ പ്രഷ്യസാണ്. ഒന്നെടുത്ത് ഇത് മൈസൂർ ലളിതകല ഫൗണ്ടേഷൻ, മൈസൂർ അക്കാദമി, അവരുടെ അവാർഡാണ്. കർമ്മശ്രേഷ്ഠ അവാർഡ്. ഇവിടെ ഇത് മള്ളിയൂർ ഭാഗവത പുരസ്കാരം. ആദ്യത്തെ റെസിപ്പിയൻ്റ് ഞാനാണ്. ആദ്യത്തെ റെസിപ്പിയൻ്റാണ്. ഇത് കിട്ടിയപ്പോഴാണ് ഈ അലമാരി ഉണ്ടാക്കിയത്. എല്ലാം കൂടെ വെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ അതിനുശേഷം കുറേ അവാർഡ്സ് ആയി. അല്ല, അതിനു മുമ്പ് ഇത് സാഹിത്യ കൂട്ടായ്മയിലാണ്. ഇത് മലബാർ സ്കോളേഴ്സ് അവാർഡാണ്. ഇത് ഗുരുവായൂർ NSSൻ്റെയാണ്. കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ അവാർഡ്. അങ്ങനെ പോകുന്നു ഒരുപാട്. ഇത് അമേരിക്കൻ ഇൻഡസ് ലിറ്റററി അസോസിയേഷൻ്റെ, ഇത് അമേരിക്കയിലാണ്. അങ്ങനെ എല്ലാം പ്രഷ്യസാണ്. എല്ലാം എടുത്ത് പറഞ്ഞത് മുഷിയും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പറയുന്നില്ല. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അവാർഡാണിത്. റോട്ടറിയുടെ ഉണ്ട്, ലയൺസിൻ്റെ ഉണ്ട്. പിന്നെ ഒരു വളരെ പ്രഷ്യസ് അവാർഡാണ് എൻ്റെ കോളേജിലെ. ഇത് സഹിനിയും കോളേജിലെ
സഹിത അല്ലേ? സഹിത ഇക്കണോമിക്സ് അസോസിയേഷൻ, അലൂമിനി അസോസിയേഷൻ. ഞാൻ ഇക്കണോമിക്സ് ആണ്, ഇക്കണോമിക്സ്. അതൊക്കെ വലിയൊരു ഒരു അനുഭവം തന്നെയായിരിക്കും അല്ലേ ആ ഒരു സമയത്ത്? ഇതിന് മുമ്പാണ്, അതെ, പത്മശ്രീക്ക് മുമ്പാണ്. പത്മശ്രീക്ക് മുമ്പാണ് ഇത്രയും അവാർഡ്സ്, 61 അവാർഡ്സ് പത്മശ്രീക്ക് മുമ്പാണ് കിട്ടിയത്. അപ്പോൾ അതാണ് പത്മശ്രീ കിട്ടിയത് ഒന്നേ അതിന് മുമ്പാണ്. മൂവി വേൾഡിൻ്റെ കൂടെ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ്. സ്വാഗതം തമ്പുരാട്ടി. തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രം പോലെയാണ്. അത് എത്ര വായിച്ചാലും എത്ര കേട്ടാലും ഒന്നും തീരില്ല. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കുറേ കാര്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ കുളച്ചൽ യുദ്ധം പോലെയുള്ള യുദ്ധങ്ങൾ, സംഭവപരമായ ജീവിത സാഹചര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ തന്നെ എടുക്കുമ്പോൾ അതിൻ്റെ കമൻസിൽ ഒരുപാട് പേര് ചോദിക്കുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുള്ളത്. ഇത് നമ്മൾ പുറത്തു നിന്നുള്ളവർ കണ്ടും കേട്ടും ഒക്കെയാണിത് അറിയുന്നത്. പക്ഷേ തമ്പുരാട്ടിയെ അപേക്ഷിച്ച് ഇവിടെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ അമ്മ, മുത്തശ്ശി, അമ്മുമ്മ ഇവരുടെയൊക്കെ അടുത്ത് നിന്ന് ഈ ഒരു കഥകൾ കേൾക്കാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു കഥകൾ, ആ കേട്ട കഥകളിൽ നിന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിരുമനസ്സാണ് തിരുവിതാംകൂറിൻ്റെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി. ആധുനിക തിരുവിതാംകൂറായും മാറ്റിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. പടവെട്ടിയും സന്ധ്യയായിട്ടും ഒക്കെ തിരുവിതാംകൂറാക്കി മാറ്റി. 1751 തിരുപ്പടിദാനം. അത് പ്രകാരം തിരുവിതാംകൂറും സ്വന്തം കുടുംബവും സകല രാജകീയ ചിഹ്നങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണ്. ശ്രീ പത്മനാഭദാസൻ എന്നുള്ള ഒരു ബിരുദം അപ്പോഴല്ല, നേരത്തെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കുടുംബത്തിനുള്ളതാണ്. പലർക്കും അത് വിചാരം അപ്പോഴാണ് വന്നതെന്നല്ല, എത്രയോ കാലം മുമ്പേ ഉണ്ട്. പക്ഷേ തൃപ്പടിദാനത്തോടുകൂടി അത് ഒരു ഒഫീഷ്യൽ ടൈറ്റിലായിട്ട് മാറി. മറ്റേതൊരു പേഴ്സണൽ, വൈകാരികമായിട്ട് ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള ടൈറ്റിലും കൂടെ ആയിട്ട് മാറി. തൃപ്പടിദാനം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. തിരുമനസിൻ്റെ രാജഭരണകാലത്തിൻ്റെ ഏറ്റവും വലിയ പൊൻതൂവൽ തന്നെയായിരുന്നു. 1741 കുളച്ചൽ യുദ്ധം. അതിനെപ്പറ്റി ഒന്ന് കുട്ടി പറഞ്ഞല്ലോ. അത് ഡച്ചുമായിട്ടാണ്. അപ്പോൾ ഡച്ച് അന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ നാവിക ശക്തി തന്നെയായിരുന്നു. മോസ്റ്റ് പവർഫുൾ മാരിടൈം ഫോഴ്സ് ഇൻ ദ വേൾഡാണ് അന്ന്. കുളച്ചിലിൽ വെച്ച് യുദ്ധം നടത്തുകയും ഡെലനോയ് ആയിരുന്നു ക്യാപ്റ്റൻ ഡെലനോയ്. ഭഗവാൻ ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അവരെ തോൽപ്പിച്ചു. നമ്മുടെ കൊച്ചു സേന അവരെ തോൽപ്പിച്ചു. ആദ്യമായിട്ടാണ് ഏഷ്യയിൽ, ഓൾ ഏഷ്യ ഫസ്റ്റാണ് ഒരു വെള്ളക്കാരനെ, ഒരു നേറ്റീവ് പവർ തോൽപ്പിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ സാധാരണ വെള്ളക്കാരനല്ല, ഏറ്റവും പവർഫുള്ളായിട്ട് അങ്ങനെ തോൽപ്പിക്കുന്നത്. അത് ഓൾ ഏഷ്യ ഫസ്റ്റാണ്. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തിരുമനസിൻ്റെ ഭരണകാലത്തുള്ളതിൽ എടുത്തു പറയുകയാണെങ്കിൽ. പിന്നെ 12 പേരാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തൊട്ട് ചിത്തിര തിരുനാൾ മഹാരാജാവ് വരെ രാജ്യം ഭരിച്ച 12 പേരുണ്ടായിരുന്നു. മോഡേൺ ട്രാവൻകൂർ ഹിസ്റ്ററി എന്ന് പറയാം. അതിന് മുമ്പ് മെഡീവലുണ്ട്, അതിന് മുമ്പ് ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഈ മോഡേൺ ഹിസ്റ്ററിയിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ് തൊട്ട് ചിത്തിര തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസ് ഉൾപ്പെടെ 12 പേര്, 3 റാണിമാർ. 2011 നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊരു നിലവറകളുണ്ടെന്നും അവിടെ നിധിശേഖരങ്ങളുണ്ടെന്നും ഒക്കെ ഉള്ളൊരു അറിവ് കിട്ടിയത്. ആ ഒരു സമയത്ത് അതൊരു പബ്ലിക് ഡൊമൈൻ ആയിരുന്നു. ഒരുപാട് ചർച്ചകൾ വന്നു, അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു. അത് ഒരുപാട് വലിയ വലിയ വാർത്തകളായി. അപ്പോൾ ഇതൊക്കെ അടുത്തു നിന്ന് വീക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തമ്പുരാട്ടിക്ക് ആ ഒരു സമയത്ത് എന്തായിരുന്നു, അതായത് ആ ഒരു ക്രോണോളജി എങ്ങനെയായിരുന്നു, ആ ഒരു സമയത്തുള്ള ആ ഒരു എങ്ങനെയായിരുന്നു ആ സിറ്റുവേഷന് തമ്പുരാട്ടി? 2-3 മിനിറ്റിനെ കൊണ്ട് പറയാനായിട്ട് എനിക്ക് അറിയില്ല. ഈ നിലവറുടെ കാര്യവും അമിക്കസ് ക്യൂറി വരുന്നതും അതിനു മുമ്പ് തന്നെ ഇത് കേസ് സുപ്രീം കോടതിയിൽ പോകുന്നതും, സുപ്രീം കോടതി ഒരു ഹൈക്കോർട്ടിലും ലോവർ കോർട്ടിലും ഞങ്ങളുടെ കുടുംബം തോക്കുന്നു.
ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ പോകുമ്പോൾ ഹൈക്കോടതിയിലെ വിധി ഒരു മാസത്തിനകം അമ്പലം ഗവൺമെൻറ്റിന് കൊടുക്കണം. അന്നിപ്പോഴത്തെ ഈ ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കണമെന്നും, പക്ഷേ അതേസമയം കുടുംബത്തിനുള്ള അംഗീകാരങ്ങളും അല്ലാതെയുള്ള ഭരണമല്ല അല്ലാതെയുള്ള ചില അംഗീകാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട്, അതെല്ലാം നിലനിർത്തണമെന്നും എന്നുള്ള ഒരിതാണ്. അപ്പോൾ അത് ഉടനെ തന്നെ സുപ്രീം കോർട്ടിലേക്ക് പോയി. ഒരു മാസത്തിന് മാറുകയാണ്. അങ്ങനെ സ്റ്റേ വാങ്ങിച്ചു. അങ്ങനെ ഗവൺമെൻറ്റിനത് പോയില്ല. പക്ഷേ ഗവൺമെൻറ്റും എടുക്കണം എന്നുള്ള ഒരു ഇത് കാണിച്ചിട്ടുമില്ല. സുപ്രീം കോടതിയുടെ ഓർഡർ അനുസരിച്ച് ചെയ്യണം എന്നുള്ളതല്ലാതെ അതിനുവേണ്ടി അവർ ഉത്സാഹിച്ചില്ല. അന്ന് അവർ ഉത്സാഹിച്ചിട്ടില്ല ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ സ്റ്റേ വാങ്ങിച്ചിട്ട് പക്ഷേ അതേസമയം അപ്പോൾ അവരൊരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, സുപ്രീം കോർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കമ്മിറ്റിയാണ് പിന്നെ ഈ കേസ് തീരുന്നത് വരെ അവരാണ് പിന്നെ അമ്പലത്തിൻ്റെ ഭരണം. ആ കമ്മിറ്റിയിൽ കുടുംബത്തിൻ്റെ യാതൊരു പ്രാതിനിധ്യം ഇല്ലായിരുന്നു, ആരുമില്ലായിരുന്നു കുടുംബത്തിൻ്റെ. ആ സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ പോലും വേറെ ആളാണ്, നമ്മുടെ ആരുമില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ കുറേ കാലങ്ങൾ പോയി. നമുക്ക് പോയി തൊഴുത് വരാമെന്നുള്ള അതൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഒന്നുമില്ല. തൊഴുത് വരുന്നത് മാത്രമല്ല, മറ്റേ ഓരോ ഇതുണ്ടല്ലോ, തിരുവിളക്കം, ശിവേലി, ആറാട്ട്, അങ്ങനെയുള്ള സെറിമോണിയൽസ്, അതിനൊന്നും മാറ്റം വന്നില്ല. അത് സുപ്രീം കോർട്ടും നിലനിർത്തി. അമിക്കസ് ക്യൂറി പറയുകയുണ്ടായി, ഈ ശ്രീ പത്മനാഭദാസൻ എന്നുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് നിലനിർത്തണോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആ സമയത്ത് ഞാൻ കോടതിയിലുണ്ട്. ഞാൻ ഇത് പറയുന്നത് ആരും പറഞ്ഞു കേട്ടതല്ല, ഞാൻ നേരിട്ട് കേട്ടത് തന്നെയാണ്. അപ്പോൾ ജഡ്ജന്മാർ ഇപ്പം അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് ഒരു വരി കൊണ്ട് വേണ്ടാന്ന് പറയിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകണ്ട, അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്കപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞ് അതങ്ങനെ തൊട്ടില്ല. അപ്പോൾ പിന്നെ ബാക്കിയെല്ലാം മാറി. അമ്പലത്തിൽ പോകുമ്പോഴും പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെ ആണല്ലോ, നമ്മുടെ ആളല്ല, വേറെ ആളാണ്. അപ്പോൾ പലപ്പോഴും പല അനുഭവങ്ങളും അതിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. അതിനെപ്പറ്റി ഇപ്പം പറഞ്ഞിട്ട് കാര്യം എന്താ? തമ്പുരാട്ടി, ആ ഒരു ഇത്രയും ഒരു കാലയളവിലുള്ള ആ ഒരു ജേണി കഴിഞ്ഞ സമയത്ത്, നമ്മൾക്കായിട്ട് അനുകൂലമായൊരു വിധി വന്ന സമയത്ത് എന്തായിരുന്നു ആ ഒരു മാനസിക അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ ഈ കേസിൻ്റെ ഒരു പകുതി ഭാഗം ആവുന്നത് വരെ ഒരുപാട് മാനസികമായിട്ടുള്ള ക്ലേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പകുതി കഴിഞ്ഞ എത്രയോ വർഷം നീണ്ടു നിന്നു സുപ്രീം കോർട്ടിൽ, എത്രയോ വർഷം. മനസ്സിൽ ഒരു സമാധാനം പോലെ വന്നു തുടങ്ങി. എന്തു വന്നാലും ജയ പത്മനാഭ. അതിൽ പിന്നെ കേസ് ജയിക്കണമെന്ന് പോലും പ്രാർത്ഥിക്കുന്നത് നിർത്തി. ജയ പത്മനാഭ എന്ന് മാത്രം. പിന്നെ സ്വാമിയുടെയാണ് ഞങ്ങൾ. സ്വാമി നിശ്ചയിക്കും എന്ത് വേണം എന്നുള്ളത്, അവിടെ വിട്ടുകൊടുക്കുക. അങ്ങനെ തന്നെയാണ് ഈ കേസിൻ്റെ ഓരോ ഇതിനും മിക്കവാറും എല്ലാത്തിനും ഞാൻ സുപ്രീം കോർട്ടിലുണ്ടായിരുന്നു. കേസിൻ്റെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന മുഴുവനും സാക്ഷിയാണ് മിക്കവാറും എല്ലാ ഇതിലും. അപ്പോൾ അങ്ങനെ പിന്നെ ഇവിടെ ശനിയാഴ്ചയാണ് അറിഞ്ഞത്, ഓഗസ്റ്റ്. അപ്പോൾ ശനിയാഴ്ചയാണ് ഇത് അറിയുന്നത്, തിങ്കളാഴ്ച വിധി വരുന്നു. അപ്പോൾ ഈ വിധി വരുമ്പോൾ നമ്മളാരും പോകണ്ട, അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് പോവുക, അങ്ങനെയാണ് സ്വതേ പതിവ്. അപ്പോൾ ശനിയാഴ്ച അറിഞ്ഞു. അപ്പോൾ ഒരാൾ എന്നെ അറിയിച്ചു, പത്മനാഭസ്വാമി നിശ്ചയിക്കും സ്വാമിക്ക് ആരെ വേണം. ഞാൻ മറുപടി പറഞ്ഞു ശരിയാണ് എന്ന് മാത്രം. പക്ഷേ അപ്പോൾ ആ തലേ ദിവസം ഞായറാഴ്ച എത്രയോ പേര്, ബന്ധുക്കളല്ല, കുടുംബമല്ല, പല അമേരിക്കയിലൊക്കെ ഇരിക്കുന്നവർ, വെളിയിൽ വിദേശത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ, അവരെത്രയോ പേര് രാത്രിയിൽ അവിടെ പകലായിരിക്കാൻ ഭാഗവതം വായിക്കുന്നവരുണ്ടായിരുന്നു, വിളക്ക് കൊളുത്തി ജപിക്കുന്നുണ്ടായിരുന്നു. വിധി തെറ്റായ വേറെ രീതിയിൽ പോകല്ലേ എന്നുള്ള എത്രയോ പേര് പ്രാർത്ഥിച്ചു, എത്രയോ പേര് വഴിപാടുകൾ നടത്തി, എത്രയോ പേര് രാത്രി ഉറങ്ങാതെ, കുടുംബത്തെ പലരും ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. ഞാൻ ഉറങ്ങി, ഞാൻ ഉറങ്ങി. എൻ്റെ മനസ്സിൽ ജയിക്കുന്നൊന്നും അല്ല, എൻ്റെ മനസ്സിൽ എന്തോ ഭഗവാൻ നമുക്ക് ശക്തി തരും എന്നുള്ള ഒരു ശക്തി, ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ശക്തി.
അന്ന് രാവിലെയും അമ്പലത്തിൽ പോയി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അപ്പോഴും ഭഗവാനെ നല്ല വിധി കേൾക്കണമെന്ന് പ്രാർത്ഥിച്ചില്ല. അപ്പോൾ ഇതെന്തായാലും വിധി ആയിക്കഴിഞ്ഞു, അതായിക്കഴിഞ്ഞല്ലോ. 10:15 മണിക്ക് ഞങ്ങളെല്ലാവരും ടി വിയുടെ മുമ്പിൽ, ഫാമിലി ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സമയമായപ്പോൾ എൻ്റെ മനസ്സിലും ഒരു അസ്വസ്ഥത. 15 മിനിറ്റേ ഉള്ളൂ ഇനി അറിയാനായിട്ട്. എങ്ങനെ വരുന്ന ഒരു പിടിയുമില്ല. MKS ക്യൂറിയുടെ റിപ്പോർട്ടാണെങ്കിൽ വളരെ വളരെ മോശം. വിനോദ് റായ് റിപ്പോർട്ട് വളരെ മോശമായിട്ടുള്ള റിപ്പോർട്ടുകൾ, എന്തെല്ലാം അസത്യങ്ങളും അധർമ്മങ്ങളും അന്യായങ്ങളും കോർത്ത് വച്ച റിപ്പോർട്ട്, അതിഭയങ്കരമായ റിപ്പോർട്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എങ്ങനെ വരുന്നു എന്ന് നമുക്കൊരു പിടിയുമില്ല. ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇനി തിരിഞ്ഞു വന്നാൽ എന്ത് ചെയ്യും? ഇനിയും തട്ടാൻ വേറെ കഥവില്ലല്ലോ. അപ്പോൾ ആ ഒരു അസ്വസ്ഥത ഒരു 15 മിനിറ്റ് മുമ്പേ, അതുവരെ ഇല്ലായിരുന്നു. എന്തായാലും ടി വിയിൽ ആദ്യം വന്ന ന്യൂസ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാജകുടുംബത്തിന് വിജയം. അതൊരു മറക്കാൻ പറ്റാത്ത നിമിഷമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞ 1 മിനിറ്റിനകം ഫോൺ വന്നു ഡൽഹിയിൽ നിന്ന്. ഞങ്ങളുടെ വക്കീൽ വിളിക്കുകയാണ്, കൺഗ്രാജുലേഷൻസ് വി ഹാവ് വൺ. അപ്പോൾ ഞാൻ ചോദിച്ചത്, വാട്ട് അബൌട്ട് ദ റിപ്പോർട്ട്സ്? ഡോണ്ട് വറി അബൌട്ട് ഓൾ ദാറ്റ്, വി ഹാവ് വൺ. പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വന്നതുമൊക്കെ. ഭഗവാന്റെ കളിയും ഭഗവാന്റെ അനുഗ്രഹം ഇത് വായിക്കുമ്പോഴേ മനസ്സിലാവും, ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോഴേ മനസ്സിലാവും. ഭഗവാനെ പത്മനാഭ, അതാണ്. അപ്പോൾ എന്തായാലും അത് വലിയൊരു സംഭവമായി ജീവിതത്തിൽ. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ വരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. മാത്രമല്ല അത്രയും ഒരു മോശമായ റിപ്പോർട്ട് കൊടുത്തിട്ടും അത് അവർ കൈകാര്യം ചെയ്തതും ആ റിപ്പോർട്ടിൽ കൈകാര്യം ഞാൻ ആ ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട്. റിപ്പോർട്ടിൻ്റെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പത്മനാഭൻ്റെ വിശ്വസിക്കാൻ വയ്യാത്ത കൃപയാണ് അത് കാണുന്നത്. ആ ഭാഗം തന്നെ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് അവിശ്വസനീയമായ ദയാണ്. ആദ്യമായിട്ട് KK വേണുഗോപാലായിരുന്നു ആദ്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ കൃഷ്ണൻ വേണുഗോപാൽ, അരവിന്ദ് ദത്താർ, പിന്നെ 8:30 യോഗത്തിന് വേണ്ടി സായി ദീപക്, ഇങ്ങനെ പറഞ്ഞ പിന്നെ ഞങ്ങളുടെ അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്സ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് ശ്യാം മോഹനൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത് എല്ലാവരും. പക്ഷേ ആദ്യം ഇദ്ദേഹം തന്നെയാണ് KK വേണുഗോപാൽ. പിന്നെ അദ്ദേഹം അറ്റോർണി ജനറലായിട്ട് മാറിയപ്പോഴാണ് അദ്ദേഹം കേസ് എടുക്കില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ മകനാണ് എടുത്തത്. പിന്നെ ബ്രില്യൻറ്റ് മകനാണ് പിന്നെ എടുത്തത്. പക്ഷേ അദ്ദേഹം എൻ്റെയൊക്കെ ചോദിച്ച ചോദ്യം, ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഞാൻ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചേംബറിൽ പോയി KK വേണുഗോപാലിനെ കാണുമ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, വാട്ട് വിൽ യു സേ ഇഫ് യു ലൂസ് ദ കേസ്? വാട്ട് വിൽ യു സേ ഇഫ് യു ലൂസ് ദ കേസ്? എനിക്ക് ഒറ്റ മറുപടിയേ പറയാനുണ്ടായിരുന്നുള്ളൂ, കോപ്സസ് ഡോണ്ട് ടോക്ക്. ശവങ്ങൾ സംസാരിക്കില്ലല്ലോ. പിന്നെ നമ്മൾ ജീവശവങ്ങളാണ്, ജീവിച്ചിരിക്കുന്നതേ ഉള്ളൂ. പത്മനാഭൻ്റെ സേവയില്ലാതെ ജീവിച്ചിരിക്കുന്ന ജീവശവങ്ങളാണ്. അപ്പോൾ ശവങ്ങൾ സംസാരിക്കില്ലല്ലോ. അപ്പോൾ വാട്ട് വിൽ യു സേ, കോപ്സസ് ഡോണ്ട് ടോക്ക്. അത് കേട്ടപ്പോൾ എന്തോ അപ്പോൾ ഇങ്ങനെ നോക്കി, വി വിൽ ട്രൈ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ. പിന്നെ എല്ലാവരും വളരെ കാര്യമായിട്ട് തന്നെ ചെയ്തു. ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് അനുഭവങ്ങൾ എല്ലാം സ്വാമി മുമ്പോട്ട് കൊണ്ടുപോയി. തമ്പുരാട്ടി, ഞാനിപ്പോൾ അടുത്താണ് ചരിത്രം വെളിച്ചത്തിലേക്ക് എന്ന പുസ്തകം വായിച്ച് തീർത്തത്. അപ്പോൾ അതിനകത്ത് അച്ഛൻ ഗോദവർമ്മ രാജാവിനെ കുറിച്ചിട്ട് തമ്പുരാട്ടി പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. ആള് സ്പോർട്സിന് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച ഒരാളായിരുന്നു, അതുപോലെ ടൂറിസവും. പക്ഷേ ഒരു നല്ല പ്രകൃതിയോ അല്ലെങ്കിൽ 2 വരി കവിതയോ കേട്ടാൽ കണ്ണീര് വരുന്ന ഒരു വികാരാതീതനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും അത് വായിച്ച സമയത്ത് ഞാൻ അതിശയിച്ചു പോയി കേട്ടോ. ഒരു സമയത്ത് അങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അങ്ങനെയാണ്. പക്ഷേ ഇതാണ് അച്ഛൻ്റെ ഒരു സ്ഥായി ഭാവം. അത് തന്നെയാണ്. വളരെ വളരെ പെട്ടെന്ന് വികാരം വരുന്ന ഒരു സ്വഭാവമായിരുന്നു. ശരിയാണ്.
അപ്പോൾ അതിൽ തന്നെ സാഹസികമായ കുറേ കഥകളുമുണ്ട്. ഇപ്പോൾ ഒരു പ്രിയദർശിനി പറഞ്ഞ ഒരു ആനയുടെ ആയിട്ടുള്ളൊരു അതിനെക്കുറിച്ചൊന്ന് ഇപ്പോൾ എല്ലാവരും ഈ പുസ്തകം വായിക്കുന്നില്ലല്ലോ, അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. അമ്പലത്തിലെ ആനയാണ്. എല്ലാ മാസവും 1-ാം തീയതി വരും, ഇവിടെ വന്നിട്ട് ആനയ്ക്ക് തേങ്ങയും ശർക്കരയും ഒക്കെ കൊടുക്കാനും ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരും. അതത് എടുത്ത് തന്നെ കുളിക്കും, പിന്നെ ചന്ദനമൊക്കെ തൊട്ടിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് മടലുമൊക്കെ കൊടുത്ത് അതങ്ങ് പോവും. ഇതെല്ലാം 2 ആനയുണ്ട്. ആന ഇവിടെ വരും. അച്ഛൻ എവിടെയോ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ആന, അപ്പോൾ അച്ഛൻ പോയ ആൾ തിരിച്ചു വന്ന് ആനയ്ക്ക് എന്തോന്നോ കൊടുത്തു. എന്നിട്ട് കുഞ്ഞിന് 2ാമത് കൊടുക്കുക. അപ്പോൾ ആനയ്ക്ക് എന്ത് മനസ്സിൽ കൊട്ടാരത്തിൽ വെച്ച് ഇവിടെ വെച്ച് മുറ്റത്ത് വെച്ച് ഞങ്ങളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആദ്യത്തിലെ ഗർഭമാണ്, നല്ലോണം അഡ്വാൻസ് പ്രഗ്നൻസിയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും നിൽക്കുക. അന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട്, ജ്യേഷ്ഠത്തി എല്ലാവരും. അക്കരെ മകളെ ലക്ഷ്മിയാണ് വിളിച്ചത്. അപ്പോൾ ഇപ്പം ആന വന്നിരിക്കുന്നു. അപ്പോൾ ഏതായാലും എടുത്തതും ആനയുടെ മനസ്സിൽ തോന്നുന്നത് അച്ഛൻ 2ാമത് കുഞ്ഞ് എന്തൊന്നും എടുക്കാനായിട്ട് കുഞ്ഞപ്പോഴത്തേക്ക് ആന മുമ്പിൽ ചേർന്ന് അച്ഛനെ അടിച്ചു. അച്ഛൻ മറിഞ്ഞു വീണു. അതിൻ്റെ മുമ്പിലാണ് വീണത്. അപ്പോൾ അതിന് കൊച്ചു തേറ്റ പിടിയാനാണ്. ആ തേറ്റ കൊണ്ട് അച്ഛൻ്റെ തൊടയിൽ കുത്തി ഇറക്കി. എന്നിട്ട് തിരിച്ച് പൊങ്ങി അടുത്ത ചവിട്ടാനായിരിക്കും. അച്ഛൻ ഇത്രയും ഒരു സ്പോർട്സ്മാൻ ആയതുകൊണ്ടായിരിക്കാം ആ ഇൻസ്റ്റൻറ്റ് റിഫ്ലെക്സ് ആക്ഷൻ വന്നത്. അച്ഛൻ ഉരുണ്ട് ആനയുടെ ഇതിൽ നിന്ന് മാറി. അപ്പോഴത്തേക്ക് ആനക്കാരൻ ചാടി ഇടയ്ക്ക് ആരെ അടിച്ച് താഴെ ഇട്ടു ആനക്കാരനെ. പക്ഷേ അച്ഛൻ ഉരുണ്ട് എണീച്ച് നടന്ന് പടി കയറി വന്നു. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ ഈ മുണ്ടോന്നാണ്, അത് കീറി മാറിയിട്ടുണ്ട്. തൊട പളർന്നിങ്ങനെ തൂങ്ങുകയാണ്. അജയമായിട്ടിങ്ങനെ തൂങ്ങുകയാണ്. എന്നിട്ട് എണീച്ച് അത് നടന്ന് വന്ന് അകത്തുനിന്ന് സോഫയിൽ കിടന്നു. പിന്നെ 1 മാസം ഒരുമാതിരി കിടക്കേണ്ടി വന്നു. പിന്നെ ആ ഒരു സമയത്ത് ശരിക്കും വളരെ ആക്റ്റീവായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വളരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും ആനമാർക്കാണെന്നൊക്കെ പറയും തൊടയിൽ. പക്ഷേ ഉരുണ്ട് മാറാനുള്ള റിഫ്ലക്സ് ചിലപ്പോൾ ആ സ്പോർട്സിൻ്റെ ആ ഒരു ബാക്കപ്പ് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവിടെ മരവിച്ച് കിടന്നു പോയെങ്കിൽ. അതെ, സ്ട്രിക്റ്റ് ആയിരുന്നോ അദ്ദേഹം? അച്ഛൻ മക്കളോടൊക്കെ അല്ല, അമ്മ സ്ട്രിക്റ്റ് ആയിരുന്നു. അച്ഛൻ അത്ര സ്ട്രിക്റ്റ് അല്ല. ആ സമയത്ത് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ സമയത്ത് കൺസീവ് ചെയ്യുന്ന സമയമായിരുന്നു അല്ലേ ഈ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ? അല്ല, അഡ്വാൻസ് പ്രഗ്നൻസി ആയിരുന്നു. ഓക്കെ. അതുപോലെ ഇതിൽ പറയുന്നുണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളെ കുറിച്ചിട്ട്. അമ്മൂമ്മ. അപ്പോൾ മഹാറാണി. അപ്പോൾ നല്ല അതായത് നമുക്ക് എന്താ ആവശ്യം എന്നുള്ളത് അത് ഒക്കെ ഉണ്ടാക്കി തരുമായിരുന്നു എന്നുള്ളത്. അമ്മൂമ്മയുടെ കൈ സദ്യ കൈയായിരുന്നു. പച്ചവെള്ളം തൊട്ടാണ് ഒരു സ്വാദം എന്ന് പറയുമല്ലോ. അമ്മൂമ്മ മഹാറാണി സേതുപാർവതി. എന്നിട്ട് വലിയൊരു സംഭവമാണ് അമ്മൂമ്മ അങ്ങനെ വെക്കുന്ന. അമ്മൂമ്മയുടെ മുറിയിൽ തന്നെ കൽച്ചട്ടി പിന്നെ ചിരട്ടത്തരി എല്ലാം ഉപയോഗിച്ചാണ് കൂടുതലും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്നെങ്ങനെയായിരുന്നു അടുക്കളയിലൊക്കെ? ഒരുപാട് പേര് സഹായിക്കുന്നു. അല്ല, പക്ഷെ അമ്മൂമ്മ മോളി വെച്ചേ വെക്കൂ, താഴെ പോകില്ല. അമ്മൂമ്മേൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരും. സ്റ്റോവ് എല്ലാം കൊണ്ടുവന്ന് വെച്ചാൽ അങ്ങനെ വെക്കും. അടുക്കളയിലേക്ക് പോയി വെക്കാറില്ല. തമ്പുരാട്ടി, തിരുവിതാംകൂറിൻ്റെ മഹാറാണി ആയിരിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. അത് നമ്മുടെ വാക്കിലും എഴുത്തിലും നോട്ടത്തിലും പോലും അത് പ്രകടമാക്കേണ്ടത് എപ്പോഴും അത്യാവശ്യമായിട്ട് നമ്മളത് കീപ്പ് ചെയ്ത് കൊണ്ടുനടക്കേണ്ടത് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യങ്ങൾ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയാൻ ഒരു തടസ്സം നിൽക്കാറുണ്ടോ? ഞാൻ മഹാറാണിയല്ല. അതെ, ഞാൻ എൻ്റെ ജാതി പേര് തമ്പുരാട്ടി എന്നാണ്. ഞാൻ ക്ഷത്രിയ കുടുംബത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുടുംബത്തിലെ ഡെഫിനറ്റ്ലി അത് സംശയമൊന്നുമില്ല. പക്ഷേ കുടുംബത്തിലെ ഒരു അംഗമായിരിക്കുന്ന കൊണ്ടും അല്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും നമ്മുടെ നാക്കും നല്ലതായിട്ടിരിക്കുന്ന എപ്പോഴും നല്ലതാണ്. നമ്മൾ പറയുമ്പോൾ ആലോചിച്ച് പറയുന്നത് തന്നെയാണ് നല്ലത്. പറയാത്തത് പോലും പറഞ്ഞു എന്ന് സ്ഥാപിക്കുന്ന കാലമാണ്. മാത്രമല്ല പലപ്പോഴും മീഡിയ, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്, മീഡിയ പലപ്പോഴും അവരുടെ സ്വന്തം വ്യൂവബിലിറ്റി കൂട്ടാനായിരിക്കും ചിലപ്പോൾ ഒരു വാചകത്തിൻ്റെ പകുതിയും വേറൊരു വാചകത്തിൻ്റെ പകുതിയും ചേർത്ത് തെറ്റായിട്ടുള്ള ഒരു ഇംപ്രഷൻ തരത്തക്കവണ്ണമുള്ള രീതിയിൽ ഒക്കെ പലപ്പോഴും അവർ പല കളികളും ചെയ്യാറുള്ളതായിട്ട് തോന്നുന്നു. ഒരെണ്ണം ഞാൻ തന്നെ കണ്ടതാണ്. ഇത് മീഡിയ ആണെന്ന് എനിക്കറിയാം. അത് പറയുന്നത് ശരിയല്ലല്ലോ, പക്ഷെ അവർ ചെയ്തില്ലെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാത്തത് പറഞ്ഞു എന്ന് വരുത്തും, അല്ലെങ്കിൽ തെറ്റായ കോണ്ടെക്സ്റ്റിൽ കൊണ്ട് പറയുമ്പോൾ അത് തെറ്റായിട്ട് വരും. പക്ഷേ അത് വേറൊരു. പക്ഷേ എന്തായാലും
നമ്മൾ ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. അതേസമയം ആവശ്യമുള്ളത് പറയുകയും വേണം. അപ്പോൾ അതിൻ്റെ ഒരു യു ഹാവ് ടു സ്ട്രൈക്ക് ഒരു ബാലൻസ്. പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ അത് വേറൊരു കാര്യം. നിങ്ങളാരാ പറയാനായിട്ട് എന്ന് ചോദിക്കാൻ ആളുകൾ കാണും. എല്ലാത്തിലും ഗുണവും ദോഷവും ഉണ്ടല്ലോ. ഒരാൾ നല്ലത് പറഞ്ഞാൽ ഒരാൾ ദോഷം പറയും, ശൂന്യം പറയും എന്നുള്ള നിശ്ചയമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ മനസാക്ഷിയെ നിർത്തിക്കൊണ്ട് പറയാനുള്ള സ്ഥലത്ത് വെച്ച് പറയുക. അത് പറഞ്ഞപ്പോഴേ തമ്പുരാട്ടി, ഇപ്പോൾ രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ ലഭിച്ചു. തമ്പുരാട്ടിയുടെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളെന്ന നിലയിലും തമ്പുരാട്ടി അറിയാമെന്നുള്ള നിലയിലും ഒക്കെ ഞാൻ വളരെ സന്തോഷമായിരുന്നു ആ സമയത്ത്. പക്ഷേ ചില ആളുകൾ ചില കോണുകളിൽ നിന്ന് ഒരു ടാർഗറ്റ് ചെയ്യുന്ന പോലെ കമൻസ് ആയിട്ടും ഒക്കെ അത് തമ്പുരാട്ടി എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? എന്നെ ഒട്ടുമേ ബാധിച്ചില്ല. കാര്യം പറയാം എന്തുകൊണ്ടെന്ന്. ഞാൻ ഫേസ്ബുക്കിലില്ല. അപ്പോൾ ഫേസ്ബുക്കിലില്ലാത്തതുകൊണ്ട് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും തോന്നിയിരിക്കുമോ എനിക്കറിയാൻ വയ്യ. കണ്ടിട്ടില്ല എനിക്ക്. പക്ഷേ ഇപ്പോഴും അറിയാൻ വയ്യ അവർക്ക് എന്താണ് പ്രശ്നം എന്ന്. പക്ഷെ അത് വളരെ ചുരുക്കം ആളുകൾ ഉള്ളൂ. കാരണം ഒരുപാട് പേര് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് അറിയാൻ എൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരാണെന്നുള്ളതൊക്കെ എനിക്ക് ഒരു പരിധിവരെയൊക്കെ എനിക്കറിയാം. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ട്. അഭിപ്രായം പറയാനുള്ള അവകാശം ഇന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ അഭിപ്രായം അതായിരിക്കാം. അപ്പോൾ അതവർ പറഞ്ഞു, പറയട്ടെ. അതുകൊണ്ട് നമുക്കൊന്നുമില്ല. ആർക്കും ദോഷം വരണ്ട. എല്ലാവരും നന്നായിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ആർക്കും ഒരു ദോഷവും വരണ്ട. അവരും ഈ പറഞ്ഞവരും അവർക്ക് അങ്ങനെ വിശ്വാസം തോന്നിയിട്ടാണല്ലോ അവർ പറഞ്ഞത്. എന്തെങ്കിലും അവർക്ക് മറിച്ച് തോന്നുമെങ്കിൽ അത് മതി. തോന്നിയില്ലെങ്കിലോ അതും കുഴപ്പമില്ല. ഇപ്പോൾ ഈടായിട്ടായിരുന്നല്ലോ അല്ലേ ഡൽഹി പോയി അത് വാങ്ങിച്ചതൊക്കെ, അതിൻ്റെ ഫലകം മേടിച്ചത്. ആ മേടിച്ച സമയത്ത് എന്തായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നത്? വളരെ സന്തോഷമാണ് എന്നറിയാം. അവിടെ പോയി വാങ്ങിച്ചു. തികച്ചും ആ മിനിറ്റിലല്ല, നേരത്തെ അറിഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അത് സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു നേഷൻ്റെ ഒരു ബഹുമതിയാണ്. അപ്പോൾ അത് കിട്ടുക എന്ന് പറയുന്ന കൊച്ചു കാര്യമൊന്നുമല്ലല്ലോ. അതൊരു അംഗീകാരം തന്നെയാണ്. അതിൽ പത്മനാഭസ്വാമി ഇടയ്ക്കൽ, കാരണവന്മാരുടെ ഇടയ്ക്കലും, പിന്നെ നമുക്ക് നന്മ വിചാരിക്കുന്ന എത്രയോ അവരുടെ ഇടയ്ക്കലൊക്കെ നമ്മൾ കടപ്പെട്ടതാണ്. അപ്പോൾ അംഗീകാരം കിട്ടി. 60ാമത്തേതാണ്. ബാക്കി 59 ഉള്ള പോലെ ഈ 60ാമത്തേതും എൻ്റെ മനസ്സാൽ എൻ്റെ പൊന്നു പത്മനാഭസ്വാമിയുടെ തൃപ്പാദത്തിൽ ഞാനത് സമർപ്പിച്ചു. അത് മനസ്സുകൊണ്ട് സമർപ്പിച്ചു. അങ്ങനെ വളരെ ഒരു ഇതുണ്ട്. പിന്നെ പലരും ഇങ്ങനെ പത്മശ്രീ എന്ന് ചേർത്താണ് എൻ്റെ പേര് പറയുന്നത്. ഞാനൊരിക്കലും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ പത്മശ്രീ നമ്മുടെ പേരിനോട് ചേർത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോർട്ടിൻ്റെ ഏതോ ഒരു ഇതുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് അറിയിക്കുന്ന മുമ്പേ ഞാനങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല എൻ്റെ പേരിൻ്റെ കൂടെ പത്മശ്രീ വെച്ച്. പക്ഷെ പലരും ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ പലരും ഓരോന്ന് കൊണ്ട് തരുമ്പോൾ അതിലിങ്ങനെ എഴുതിയിരിക്കും. അത് ഞാനെന്ത് ചെയ്യാൻ. പക്ഷെ ഞാനായിട്ട് ഒരിക്കലും അത് അങ്ങനെ എൻ്റെ പേരിൻ്റെ കൂടെ ഒരു ടൈറ്റിലായിട്ട് ബിരുദമായിട്ട് ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല പത്മശ്രീ. അത് വളരെ പ്രഷ്യസ് ആയിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ എന്നും അമ്പലത്തിലേക്ക് പോകുമോ? ആഴ്ചയിൽ 2-3 പ്രാവശ്യം. പണ്ട് സമയത്ത് 1934 തോന്നുന്നു ഒരു അഗ്നിബാധ ഉണ്ടായിരുന്നു, 31. അപ്പോൾ ആ ഒരു സമയത്ത് തമ്പുരാട്ടിക്ക് ആ ഒരു ഓർമ്മ എന്തെങ്കിലും ഉണ്ട്? ജനിച്ചിട്ടില്ല. അമ്മൂമ്മയുടെ അടുത്തുനിന്നോ അങ്ങനെ വല്ല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്? എല്ലാവരും ജാതി മതഭേദമന്യേ എല്ലാവരും കൂടി അകത്ത് കയറുകയും അമ്മാവൻ ചിത്തിരനാൾ മഹാരാജാവ് അമ്മൂമ്മ അവിടെ ഉടനെ എത്തി അമ്മാവൻ അവിടെ ഒരു മുറിയിലിരുന്ന് കണ്ണടച്ച് ജപിക്കാൻ തുടങ്ങി. അമ്മാവൻ കണ്ണടച്ച് ജപിച്ച് ആ ജപം തീർന്ന് കണ്ണു തുറന്നതും അതിന് നിന്നതുപോലെ ഒരേ സമയത്താണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഹനുമാൻ സ്വാമി, വലിയ ഹനുമാനുണ്ട്. ആ ഹനുമാൻ സ്വാമിയുടെ അടുക്കൽ ആളുകൾ ഓടി അകത്തേക്ക് കയറാൻ നോക്കുകയാണ്, ഓരോന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പം മൂലവിഗ്രഹമൊന്നും എടുക്കാൻ ഒക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒക്കുന്നതൊക്കെ രക്ഷിക്കാനായിട്ടുള്ളൊരു പായം ഭരിച്ചിരുന്നപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അടുക്കൽ ഒരു വലിയ ഹനുമാൻ രൂപം, 2 കണ്ണിൽ നിന്ന് അഗ്നി ഇങ്ങനെ വരികയാണ്. അഗ്നി അങ്ങനെ തോളിലെ ഗതയും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടൊരു അശരീരി കേട്ടു എന്നാണ്, ഇതിനപ്പുറം അഗ്നി പോവുകയില്ല എന്ന്. അതിനപ്പുറം പോയിട്ടില്ല. തമ്പുരാട്ടി, ഞാൻ കേട്ടിട്ടുണ്ട് ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവുമല്ലോ. ഇതുപോലെ പ്രായമായവരിൽ നിന്നെല്ലാം കേട്ടിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങളും. അതിന് മുൻപുള്ള തമ്പുരാട്ടി കണ്ടിട്ടുണ്ട്, അതിന് പുറമേ തന്നെ ഒരുപാട് കേട്ടിട്ടും ഉണ്ടാവും.
ആ സമയത്ത് സുന്ദരി ചെല്ലമ്മ എന്നുള്ള ഒരു സ്ത്രീ രാജാവിനെ പ്രണയിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. അതെ, അത് ശരിയാണ്. സുന്ദരി ചെല്ലമ്മ ഒരു ടീച്ചറായിരുന്നു. ഇവിടെ എല്ലാ വർഷവും വായനശാല കേശവപിള്ളയുടെ കാലത്ത് ഒരു നാടകം ചിത്തിരനാമഹരാജൻ്റെ തിരുനാളിൻ്റെ വെളിയിൽ പ്രദർശിപ്പിക്കും. 5 ദിവസം കഴിഞ്ഞ് അമ്മൂമ്മേരെ തുറന്നാണ്. അപ്പോൾ ഇവിടെ അത് കളിക്കും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് തിരുമനസ് ഒരു മുണ്ട് കൊടുക്കും. എല്ലാവർക്കും ഒരു മുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 വാക്ക് പറയാം. അങ്ങനെ ചെല്ലമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെല്ലമ്മയ്ക്ക് എന്തോ ഒരു മാനസിക ഒരു എന്താണെന്ന് അറിയാൻ വയ്യ, ഒരു തിരുമനസിൻ്റെ ഒക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫീലിങ്സ്. അപ്പോൾ ഈ മുണ്ടും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ഒന്നുകൂടെ കുഴപ്പമായി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും മുണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ഒരു ഭാണ്ഡൊക്കെ ഇട്ടുമൊക്കെ ആയിട്ട് കൊട്ടാരത്തിലേക്ക് താമസിക്കാൻ വളരെ സങ്കടം തോന്നിക്കൊണ്ടിരുന്നു. തിരുമനസിന് അത് വലിയൊരു വിഷമമായിരുന്നു. ഞങ്ങൾ എത്രയോ കണ്ടിട്ടുണ്ട് ചെല്ലമ്മ. തിരുമനസിന് അറിയായിരുന്നു അല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കറിയാമായിരുന്നല്ലോ. ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് ചെല്ലമ്മേ, കോട്ടയ്ക്കകത്ത് തെക്കേ തെരുവിലൊക്കെ എത്രയോ പ്രാവശ്യം. അവർക്കൊക്കെ വളരെ ഒരു സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. അവർക്ക് വളരെ വിവാഹിതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊരു ടീച്ചറായിരുന്നു. എന്ത് ചെയ്യാനും ഓരോ കാലത്തിൻ്റെ ഒരു അന്ന് തമ്പുരാൻ തൊഴുതിറങ്ങുന്നത് നോക്കി നിൽക്കുമായിരുന്നു ഏത് സമയവും. അതാണ് അങ്ങനെയാണ് ഞങ്ങളും കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഉടനെയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ എത്രയോ പ്രാവശ്യങ്ങൾ ഒരു പിങ്ക് ബ്ലൗസ് ഇട്ട് 2 വരി സ്വർണ്ണമുത്തുമാലയൊക്കെ ഇട്ട് വലിയൊരു ഭാണ്ഡൊക്കെ ഇട്ട് അതിൽ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുക. അതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ ചിരിക്കും തൊഴും, ഞങ്ങളും തൊഴും. അങ്ങനെ എന്ത് ചെയ്യാനാ, കഷ്ടമായിട്ടൊരു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കഥാപാത്രം. അതുപോലെ ചിത്ര തിരുനാൾ മഹാരാജാവിനെ അധികാരത്തിൽ വരുന്നതിന് എതിരായിട്ട് ബോധപൂർവമായിട്ടുള്ള ഒരു വധശ്രമം വരാതിരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ഞാനിപ്പോൾ പറഞ്ഞാൽ ശരിയാവുകയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു വേറൊരു രീതിയിലേക്ക് പോകും. പക്ഷേ 3 വധശ്രമങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് കാരണത്താലാണെങ്കിലും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഞാനല്ല പറഞ്ഞത്, ഞാനത് പറയുന്നുമില്ല. 3 വധശ്രമങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് കാരണമായാലും 3 അതിലൊക്കെ പത്മനാഭസ്വാമി തന്നെ അമ്മാവനെ രക്ഷിച്ചു. അത് തിരുമനസിന് ആ സമയത്ത് അറിഞ്ഞിരുന്നോ? ആദ്യത്തെ അമ്മാവൻ അറിഞ്ഞിട്ടില്ല. അമ്മൂമ്മയാണല്ലോ ദൃക്സാക്ഷി. അമ്മൂമ്മ ദൃക്സാക്ഷി. അമ്മൂമ്മയാണ് പിടിക്കുന്ന ആളെ. ഈ വധിക്കാൻ ഉദ്ദേശിച്ച ആളെ അമ്മൂമ്മയാണ് പിടിക്കുന്നത്. കൈ പിടിച്ച് വലിച്ചു മാറ്റുമായിരുന്നു. അതെയോ? അത് അമ്മൂമ്മ നേരിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആരാണെന്നും എന്നൊക്കെ പറഞ്ഞു. എനിക്കും അറിയാം. അതായത് കണ്ട് ഒഴിഞ്ഞു പോയതല്ല. അല്ലല്ല. അപ്പോൾ അത് അങ്ങനെ 3 ഇത് ഒന്നും തന്നെ ആദ്യത്തേത് ചെറിയ കുട്ടിയായിരുന്നു, കിടന്ന് ഉറങ്ങുമ്പോഴാണ്. പിന്നെയൊക്കെ മുതിർന്ന ശേഷമാണ്. അതെ, ഒടുക്കടുത്തത് അമ്മാൻ ഇത് 1931 ഇങ്ങനെ മഹാരാജാവായിട്ടുള്ള ഇതെടുത്തപ്പോൾ റീജൻസി തീർന്നിട്ട് അമ്മാവൻ ടേക്ക് ഓവർ പവർ ഇൻവെസ്റ്റിച്ചർ കഴിഞ്ഞ് ആ സമയത്താണ് മൂന്നാമത്തേത്. പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളത്. മൂന്നാമത്തേതിൽ തിരുമനസിനെ പ്രതികരിച്ചോ അതിന്? അതോ ഇത് അറിഞ്ഞില്ല? അറിയാതെ തന്നെ അറിഞ്ഞില്ല, പിന്നെയാണ് അറിയുന്നത്. എല്ലാം കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. അത് തമ്പുരാട്ടി അതിന് ശേഷമാണ് ഇതൊക്കെ ഈ ഒരു കഥകളൊക്കെ അറിഞ്ഞത് അല്ലേ? ഞങ്ങളില്ലല്ലോ, ജനിച്ചിട്ട് അല്ല ഇപ്പോൾ പുസ്തകത്തിൽ ഞാൻ വായിച്ചു. അത് എല്ലാം എഴുതിയിട്ടുണ്ട്. അതൊക്കെ പിന്നെയൊക്കെ അറിഞ്ഞു. പുസ്തകം എഴുതുന്നതിനൊക്കെ മുമ്പ് ഞങ്ങൾക്ക് അറിയാം, പറഞ്ഞു കേട്ടിട്ട്. പിന്നെ അപ്പോൾ ഒരുപാട് സന്തോഷം തമ്പുരാട്ടി. ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. തമ്പുരാട്ടി ഒരുപാട് തിരക്കിലാണിപ്പോൾ, എന്നിട്ടും നമ്മുടെ കൂടെ ഈ ഒരു ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് ഇവിടെ ഇരുന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. എല്ലാ പത്മനാഭസ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും. വളരെ വളരെ സന്തോഷം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇതാണ് പഴയ വാട്ടർ മീറ്റർ, ടെമ്പറേച്ചർ ഗേജ്. ഇത് ഫ്യൂവൽ ഗേജ്, ഇത് ആംപിയർ മീറ്റർ. ഇതും ഇപ്പോൾ മൊത്തത്തിൽ എല്ലാം ഇലക്ട്രോണിക്കാണ്. ഇത് കംപ്ലീറ്റ് മാനുവൽ. ഇത് ഹീറ്റ് ചെയ്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പഴയ രീതി ഹെഡ് ലൈറ്റ്സിൻ്റെ സ്വിച്ച്.
ഓഫ് ചെയ്യണമെങ്കിൽ കീ ഓഫ് ചെയ്താൽ ഓഫാവില്ല. അപ്പോൾ ഇതും കീലെസ് കാറാണ്, കീ വേണ്ട. ആണ് ഓഫ് ചെയ്തത്. ഇനിയൊന്ന് ശരിക്ക് പറയാം കേട്ടോ, പ്രിൻസിൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും പ്രിൻസിൻ്റെ അമ്മയുടെ കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത കാറാണിത്. ആ സമയത്ത് എങ്ങനെയാ പെയിന്റ് ഒക്കെ മാറ്റി? അത് അന്ന് വാങ്ങിച്ചിട്ട് ഈ കളർ തന്നെ സെലക്ട് ചെയ്ത് വെച്ചതാ. ഈ ഒരു കളറിൽ തന്നെ അല്ലേ? അന്ന് കുറേ ഓടിയിട്ടുണ്ടാവുമല്ലോ? ഓ, ഇഷ്ടം പോലെ. കണ്ണൂർ, മൂകാംബിക, മദ്രാസ് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അച്ഛൻ തന്നെ ഓടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഞാൻ പോകാറുണ്ട്. ഇടയ്ക്ക് യുണീക്ക. പക്ഷെ ആ ഒരു പെയിന്റിങ്സ് ഒക്കെ അല്ലേ, രണ്ട് കളറൊക്കെ ആയിട്ടാണ് ചെയ്തത് അന്നത്തെ. യുണീക്കായിട്ട് തന്നെ. സ്റ്റാർട്ട് ചെയ്യണതിനൊന്നും കുറേ ദിവസമായി എടുത്തിട്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടായി. ഹോണൊക്കെ പറയാതിരിക്കാൻ വയ്യ, സൗണ്ട് ആണ്. ആ, അപ്പോൾ പ്രിൻസിന് പോവാൻ വളരെ തിരക്ക് പിടിച്ച് നിൽക്കുന്ന സമയമാണ്. ഇത്രയും നേരം ഞങ്ങളെ സഹിച്ചതിന് എന്ന് തന്നെ പറയാം. ഒരുപാട് നന്ദി.